أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن جاهداك على أن تشرك بي ما ليس لك به علم فلا تطعهما وصاحبهما في الدنيا معروفا واتبع سبيل من أناب إلي ثم إلي مرجعكم فأنبئكم بما كنتم تعملون. يا بني إنها إن تك مثقال حبة من خردل فتكن في صخرة أو في السماوات أو في الأرض يأت بها الله إن الله لطيف خبير. يا بني أقم الصلاة وأمر بالمعروف وانه عن المنكر واصبر على ما أصابك إن ذلك من عزم الأمور. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാന്യരെ, മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നതിനിടയിൽ മാതാപിതാക്കളോട് നല്ല നിലക്ക് പെരുമാറി ജീവിക്കണമെന്ന വളരെ പ്രധാനമായ ഒരു വിഷയം അല്ലാഹു തആല നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഇന്നലെ നാം അവസാനമായി പറഞ്ഞു വെച്ചത് മാതാവ് നമ്മെ ഗർഭം ചുമന്നതും നമ്മെ കുട്ടിക്കാലത്ത് വളർത്തിയെടുത്തതും പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. പരിശുദ്ധ ഖുർആനിൽ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിലല്ല, എത്രയോ സ്ഥലങ്ങളിൽ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യേണ്ടതിനെ സംബന്ധിച്ച് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പല സ്ഥലങ്ങളും അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും അല്ലാഹുവിൽ ഒന്നിനെയും പങ്കുചേർക്കരുതെന്നും അടിസ്ഥാനപരമായ തൗഹീദ് പഠിപ്പിക്കുന്നതിനോട് അനുബന്ധിച്ചുകൊണ്ടാണ്. പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് കാണാം, വഇദ് അഖദ്നാ മീസാഖ ബനീ ഇസ്രായീല ലാ തഅ്ബുദൂന ഇല്ലല്ലാഹ് വബിൽ വാലിദൈനി ഇഹ്സാനാ. ബനൂ ഇസ്രായേലിനോട് വാങ്ങിയ കരാർ
നിങ്ങൾ അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. സൂറത്തുൻ നിസാഇൽ വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാനാ, അവിടെയും തൗഹീദ് പറഞ്ഞ ഉടനെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നതാണ് പറയുന്നത്. അൻആം സൂറത്തിൽ ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും അല്ലാ തുശ്രികൂ ബിഹി ശൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാനാ, അവിടെയും അല്ലാഹുവിൽ പങ്കു ചേർക്കരുത് പറഞ്ഞ ഉടനെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. സൂറത്തുൽ ഇസ്രായിൽ വഖളാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാനാ. ഇങ്ങനെ പല സ്ഥലങ്ങളിലും അല്ലാഹു തആല അല്ലാഹുവിന്റെ ഇബാദത്തിൽ ആരെയും പങ്കു ചേർക്കരുത്, അല്ലാഹുവിന് ഒരു വിഷയത്തിലും സമാനമായി ആരും ഒന്നും ഇല്ല, ഈ ആശയം ഉറപ്പിച്ചു വെക്കുകയും അല്ലാഹുവിന് മാത്രം ഇബാദത്ത് എടുക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞ ഉടനെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നത് സൂചിപ്പിക്കുകയാണ്. ഞാൻ ഇന്നലെ അതാണ് ചൂണ്ടിക്കാണിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിഷയങ്ങളും പടച്ചു തരുന്നവൻ, നമുക്ക് നൽകുന്നവൻ യഥാർത്ഥത്തിൽ അല്ലാഹുവാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ബാഹ്യമായി ചില നിമിത്തങ്ങളെ നമ്മുടെ നന്മകൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ആ നിമിത്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിത്തമാണ് മാതാവും പിതാവും നമ്മൾ ഉണ്ടായതിന് തന്നെ കാര്യമായ നിമിത്തമാണ്. അതുകൊണ്ട് നിമിത്തങ്ങളായ, നന്മയുടെ നിമിത്തങ്ങളായ എല്ലാ വസ്തുക്കളെയും വ്യക്തികളെയും നിങ്ങൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. അതൊരിക്കലും അല്ലാഹുവിൽ പങ്കുചേർക്കൽ അല്ല എന്നത് സൂചിപ്പിക്കുകയും കൂടി ചെയ്യുന്നതാണ് ഈ ആയത്തുകളുടെ എല്ലാം അവതരണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ നമ്മെ സൃഷ്ടിച്ചവനും നമ്മളെ പോറ്റി വളർത്തിയവനും അല്ലാഹുവാണ്. പക്ഷേ നാം ഉണ്ടായതും നാം വളർന്നതും മാതാപിതാക്കളുടെ ശ്രമവും അവരുടെ അധ്വാനവും അവരുടെ മടിത്തട്ടിലും ആണ്. അത് അല്ലാഹു തആല വെച്ചൊരു നിമിത്തമാണ്. ഈ നിമിത്തത്തെ ആദരിക്കുന്നതും നിമിത്തത്തെ സ്നേഹിക്കുന്നതും നിമിത്തത്തിന് നന്മ ചെയ്യുന്നതും ഒരിക്കലും അല്ലാഹുവിൽ പങ്കുചേർക്കുന്നതിന് എതിര് അല്ല, മറിച്ച് നിമിത്തങ്ങളായി അല്ലാഹു തആല നന്മയുടെ നിമിത്തങ്ങളായി വെച്ചതിനെ പരിഗണിക്കേണ്ടതുണ്ട് എന്നത് ഖുർആൻ പ്രത്യേകമായി നമ്മെ സൂചിപ്പിച്ച് പഠിപ്പിക്കുകയാണ്. അല്ലാഹു തആല മനുഷ്യനോട് ചെയ്ത വസിയ്യത്ത് അനിസ്കുറുലീ വലിവാലിദൈക്, എനിക്ക് നന്ദി ചെയ്യണം, നിങ്ങളുടെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യണം. അത് പറഞ്ഞ ഉടനെ അല്ലാഹു പറഞ്ഞു ഇലയ്യൽ മസീർ, എന്നിലേക്കാണ് മടക്കം. നിങ്ങളിവിടെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും, എന്ത് പരിഗണിക്കുന്നുണ്ടെങ്കിലും അവഗണിക്കുന്നുണ്ടെങ്കിലും എല്ലാവർക്കും വരാനുള്ളത് എന്റെ അടുക്കലാണ്. അതുകൊണ്ട് എനിക്ക് നന്ദിയില്ലാതെ, മാതാപിതാക്കൾക്ക് നന്ദിയില്ലാതെ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾ എന്റെ മുമ്പിലേക്ക് മടങ്ങി വരേണ്ടവരാണെന്ന ബോധം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ സൂചിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, പടച്ച റബ്ബാണ് എല്ലാം കൊടുക്കുന്നവനും തടയുന്നവനും. ആ ഒരു ബോധം നമ്മുടെ സർവ്വജീവിതത്തിന്റെ സർവ്വരംഗത്തും നമുക്കുണ്ടാകണം. അതുണ്ടെങ്കിൽ മനുഷ്യനൊരിക്കലും തന്നെ നെട്ടോട്ടമോടുകയില്ല, പരിഗണിക്കേണ്ടതിനെ അവഗണിക്കുകയില്ല. അതേ സുഹൃത്തുക്കളെ, മഹാനായ താവൂസ് റളിയല്ലാഹു അൻഹു മഹാന്മാരായ സഹാബത്തിൽ നിന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിച്ചിട്ടുള്ള വലിയ ഒരു മഹാനായ താബിഈയാണ്, വലിയ പ്രശസ്തനായ പണ്ഡിതനാണ്. നിങ്ങൾക്കറിയാമല്ലോ, മഹാനായ ഇമാം സയൂത്തി റളിയല്ലാഹു അൻഹു താവൂസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുണ്ട്. എഴുതിയത് എവിടെയാണ്? ഇബ്നു ഹജറുൽ ഹൈത്തമി റളിയല്ലാഹു അൻഹു എഴുതിയിട്ടുണ്ട്. എഴുതിയത് എവിടെയാണ്? ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ കാനൂ യസ്തഹിബ്ബൂന അൻ യുത്അമാനിൽ മയ്യിത്തി
സബഅത അയ്യാം 7 ദിവസം മരിച്ച മയ്യിത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കുന്ന പതിവ് സഹാബത്തിനുണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ട് ചെയ്ത മഹാനാണ് ബഹുമാനപ്പെട്ട താവൂസ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി, അതേ 7 ദിവസം മരിച്ച മയ്യിത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നത് പുണ്യമാണ്. സഹാബത്ത് അത് പതിവാക്കിയതാണ്. അതിന്റെ കാരണം 7 ദിവസം മരിച്ച മയ്യിത്തിന് ഖബറിൽ പ്രശ്നങ്ങളുണ്ട് എന്നതാണ്, പരീക്ഷയുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ ലോകത്തൊരു പണ്ഡിതനും മരിച്ച മയ്യിത്തിന്റെ പേരിൽ 7 ദിവസം ഭക്ഷണം കൊടുക്കുന്നത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദിവസം ഭക്ഷണം കൊടുക്കുന്നത് ഇതിൽ ഇത്ആമു സുന്നത്തുൻ ഫഹിയ തുസന്നു ഇജ്മാഅൻ, ഒരു പണ്ഡിതനും തർക്കമില്ലാത്ത സുന്നത്താണെന്ന് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു, അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, താവൂസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസ് വിവരിച്ചുകൊണ്ട് അവിടുത്തെ ഫതാവയിൽ പറഞ്ഞത് കാണാം. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു സഹാബത്തിന്റെ കാലം മുതൽക്ക് എന്റെ ഈ കാലം വരെ അതേ 900ഓളം കൊല്ലമായി നടന്നു വരുന്ന സുന്നത്താണ് മക്കയിലും മദീനയിലും മരിച്ച മയ്യിത്തിന്റെ പേരിൽ 7 ദിവസം ഭക്ഷണം കൊടുക്കുന്ന പതിവ് എന്നും രേഖപ്പെടുത്തിയത് കാണാം. ആ വലിയ സൽക്കർമ്മം സഹാബത്തിൽ നിന്ന് നമുക്ക് പകർത്തി പഠിപ്പിച്ചു തന്ന മഹാനായ താവൂസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം. ഒരാൾക്ക് 4 മക്കളുണ്ട്. ബാപ്പക്ക് അസുഖം ആയപ്പോൾ ഒരു മകൻ പറഞ്ഞു, ബാപ്പയെ ഞാൻ ശുശ്രൂഷിക്കും, മരിക്കുന്നത് വരെ ഞാൻ നോക്കും. പക്ഷെ അതിനൊരു നിബന്ധന ഉണ്ട്. എന്താണ് നിബന്ധന? ബാപ്പയുടെ സ്വത്തിൽ നിന്ന് ഒരു നയാകാശും എനിക്ക് തരാൻ പാടില്ല. അതാണ് നിബന്ധന. ശരിക്കും മനസ്സിലാക്കണം. നേരെ തിരിച്ച് നമ്മളൊക്കെ ചിന്തിക്കുന്നതിന്റെ നേരെ തിരിച്ച്, ബാപ്പയെ മരിക്കുന്നത് വരെ ശുശ്രൂഷ ഞാൻ ചെയ്യും, പക്ഷേ ഞാൻ ബാപ്പയുടെ സ്വത്തവകാശം സ്വീകരിക്കുകയില്ല. അതേ സമയത്ത് ബാപ്പയെ നിങ്ങൾക്കാർക്കെങ്കിലും വേണമെങ്കിൽ ശുശ്രൂഷിക്കാം, കാരണം നമുക്ക് എല്ലാവർക്കും ബാപ്പക്ക് അവകാശം ഒരുപോലെയല്ലേ. ഞാൻ മാത്രം പറയുന്നത് ശരിയല്ലല്ലോ. പക്ഷേ ശുശ്രൂഷിക്കുന്നവർക്ക് ഈ നിബന്ധന ബാധകമായിരിക്കും. സ്വത്ത് തരൂല, ബാപ്പാനെ നോക്കുന്നവർക്ക് സ്വത്ത് തരൂല. ഇങ്ങനെ പറഞ്ഞപ്പോൾ 3 മക്കളും പറഞ്ഞു, എന്നാ നിങ്ങൾ നോക്കിക്കോ. അദ്ദേഹം ഏറ്റെടുത്തു, ബാപ്പയെ നോക്കാൻ ഏറ്റെടുത്തു. അങ്ങനെ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞു. ബാപ്പ മരണപ്പെട്ടപ്പോൾ ബാപ്പയുടെ സ്വത്തിൽ നിന്നൊരു നയാകാശ് പോലും അദ്ദേഹം സ്വീകരിച്ചില്ല. അങ്ങനെ അദ്ദേഹം കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം അദ്ദേഹം സ്വപ്നത്തിൽ കാണുന്നു, ഇന്ന ഒരു സ്ഥലത്ത് പോയാൽ അവിടുന്ന് നിനക്ക് 100 സ്വർണ്ണ നാണയം കിട്ടും, അത് പോയി എടുത്തോ. അദ്ദേഹം ഉടനെ തന്നെ സ്വപ്നത്തിൽ തന്നെ പറഞ്ഞാളോട് ചോദിച്ചു, അഫീഹ ബറക്ക, ആ 100 ദീനാറിൽ ബർക്കത്തുണ്ടോ? ബർക്കത്ത് എന്നൊരു സംഗതിയുണ്ട്. കുറേ ഉള്ളത് കൊണ്ട് ബർക്കത്തുണ്ടാകണം എന്നില്ല. ആ 100ൽ ബർക്കത്തുണ്ടോ? അതാണ് ചോദ്യം. അപ്പോൾ മറുപടി കിട്ടി, അതിൽ ബർക്കത്തില്ല. ബർക്കത്തില്ല എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം അത് വേണ്ടെന്ന് വെച്ചു. പിറ്റേന്ന് രാവിലെ ഭാര്യയോട് വിവരം പറഞ്ഞു, ഞാനിങ്ങനെ ഇന്നലെ സ്വപ്നം കണ്ടു. ഭാര്യ പറഞ്ഞു, അത് നമ്മൾക്ക് അതുകൊണ്ട് ജീവിച്ചുകൂടെ, അതിനല്ലേ എന്റെ ബർക്കത്ത്, അതുകൊണ്ട് പോയിട്ട് എടുക്കണം. പക്ഷെ അദ്ദേഹം തയ്യാറായില്ല. പിറ്റേ ദിവസവും അദ്ദേഹം കിടന്നുറങ്ങി. ആ ഉറക്കിൽ അദ്ദേഹം കാണുന്ന സ്വപ്നത്തിൽ, അതാ ഒരു 10 ദീനാറുണ്ട് ഒരു സ്ഥലത്ത്, നീ പോയി എടുത്തോ. ഉടനെ അദ്ദേഹം ചോദിക്കുന്നു, അതിൽ ബർക്കത്തുണ്ടോ? മറുപടി ലഭിക്കുന്നു, ഇല്ല. പിറ്റേന്ന് രാവിലെ ഭാര്യയോട് വിഷയം പറഞ്ഞപ്പോ അവൾ വീണ്ടും പറയുന്നു, അതിങ്ങെടുത്തോ. അദ്ദേഹം പോയില്ല. 3-ാം ദിവസവും കിടന്നുറങ്ങി. ആ ഉറക്കത്തിൽ കാണുന്നു, ഒരു സ്ഥലത്ത് 1 ദീനാറുണ്ട്, ഒറ്റ സ്വർണ്ണ നാണയമുണ്ട്, നീ പോയതെടുത്തോ. അദ്ദേഹം ചോദിക്കുന്നു, അതിൽ ബർക്കത്തുണ്ടോ? അന്ന് മറുപടി കിട്ടി, അതേ ഉണ്ട്, ഒറ്റ ദീനാറിൽ ബർക്കത്തുണ്ട്. അദ്ദേഹം നേരം വെളുത്തപ്പോ ആ സ്ഥലത്ത് പോയി 1 ദീനാർ എടുത്തു. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ശുഅബുൽ ഈമാനിൽ റിപ്പോർട്ട് ചെയ്യുകയാണ്, ആ 1 ദീനാറും എടുത്തു വരുമ്പോൾ അങ്ങാടിയിൽ വെച്ച് അദ്ദേഹം
അതാ 2 മത്സ്യത്തെ വിൽക്കുന്നത് കണ്ടു. എത്രയാണ് വിലയെന്ന് ചോദിച്ചപ്പോ 1 ദീനാറാണ്, ഒരു സ്വർണ്ണ നാണയമാണ്. അത് കൊടുത്ത് ആ 2 മത്സ്യത്തെയും അദ്ദേഹം വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് ആ മത്സ്യത്തെ മുറിച്ചു നോക്കുമ്പോൾ അതിലതാ നല്ല ക്ലാസ് 2 വളരെ വില പിടിച്ച കല്ലുകളാണ്. വല്ലാത്ത മുത്ത് അല്ലെങ്കിൽ വല്ലാത്തൊരു വൈരത്തിന്റെ കല്ലാണ് 2 മത്സ്യത്തിന്റെയും വയറ്റിൽ നിന്ന് ലഭിച്ചത്. സുബ്ഹാനല്ലാഹ്, അത്തരത്തിലുള്ള ഒരു കല്ല് അല്ലെങ്കിൽ ഒരു വൈരം ലഭിക്കാൻ വേണ്ടി അന്ന് ഒരുപാട് പരിശ്രമിച്ചിരുന്ന ഒരു രാജാവ്, ആ രാജാവിന് വിവരം കിട്ടിയപ്പോ കുറേയേറെ കാളകളുടെ പുറത്ത് വഹിക്കാൻ മാത്രമുള്ള സ്വർണം കൊടുത്ത് ഒരു മുത്ത് അല്ലെങ്കിൽ ഒരു വൈരം ആ രാജാവ് വാങ്ങുന്നു. അത് കിട്ടിയിട്ടൊന്ന് നോക്കിയപ്പോൾ രാജാവ് പറയുന്നു, ഇതൊറ്റ ഒന്നാണ്, ഇതൊരിക്കലും ഒന്ന് മാത്രമാകൂല, ഇതിനൊരു ഇണയും കൂടി നിർബന്ധമായും ഉണ്ടാകണം. ഇതിന്റെ സ്വഭാവം അങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കൂ, ഇതിന്റെ ഇണ കയ്യിലുണ്ടെങ്കിൽ ഇപ്പോൾ തന്നതിന്റെ ഇരട്ടി തരാമെന്ന് പറയൂ. അദ്ദേഹത്തിന്റെ സമീപത്ത് ചെന്നപ്പോൾ അദ്ദേഹം സമ്മതിക്കുന്നു, അതിനൊരിണയുണ്ട്. ആ ഇണയായ ആ വില പിടിച്ച കല്ലും അദ്ദേഹം അതാ നേരെ ഇരട്ടി സംഖ്യ കൊടുത്തു വാങ്ങുന്നു. അദ്ദേഹത്തിന് കിട്ടിയത് 1 ദീനാറാണ്. പക്ഷേ അതിലൂടെ കിട്ടിയത് എത്രയോ കാളകൾക്ക് ചുമക്കാൻ മാത്രമുള്ള സ്വർണമാണ്. ബറക്കത്ത് എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു സംഗതിയാണ്. ചില ആളുകൾ വന്നിട്ട് പറയും, ഉസ്താദേ ബറക്കത്തിനൊരു ഉറുപ്പിക തരണം. ഇപ്പൊ ചിലർ സ്വീപ്പാക്കും, എന്ത് ബറക്കത്ത്? അങ്ങനൊക്കെ ഉണ്ട്. ബറക്കത്ത് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഒരു കാര്യമാണ്. സ്വന്തം ബാപ്പയെ ശുശ്രൂഷിച്ചത് ബാപ്പയുടെ പണം കണ്ടിട്ടല്ല, സ്വത്ത് മോഹിച്ചിട്ടല്ല, ബാപ്പയുടേത് അതാ മറ്റുള്ള മക്കൾ അറിയാതെ അത് തീരെ വാങ്ങാനല്ല. പലരും ബാപ്പയെ നോക്കുന്നവരുണ്ട്, ഉമ്മയെ നോക്കുന്നവരുണ്ട്. ആ നോക്കുന്നതിനിടയിൽ സ്വന്തം ജ്യേഷ്ഠന്മാരുടെ, സ്വന്തം പെങ്ങന്മാരുടെ, അതേ സ്വന്തം അനുജന്മാരുടെ, അതേ സ്വന്തം ആങ്ങളമാരുടെ സ്വത്തുക്കൾ, അവർക്ക് കൂടി കിട്ടേണ്ട സ്വത്തുക്കൾ, അത് ഈ ബാപ്പയുടെ വാർദ്ധക്യകാലത്ത് ഇവനല്ലേ എന്നെ നോക്കുന്നത്, ഇവളല്ലേ എനിക്ക് ചായ കാച്ചി തരുന്നത്, ഇവന്റെ വീട്ടിലല്ലേ ഞാൻ കഴിയുന്നത് എന്നിങ്ങനെയുള്ള ആ ഒരു ചിന്ത അവരുടെ മനസ്സിൽ വളർത്തിയെടുത്ത് അതാ മറ്റുള്ള മക്കൾ അറിയാതെ പോയി തീര് വാങ്ങുന്നവരില്ലേ, ബാപ്പയെ കൊണ്ട് ഒപ്പിടിച്ച് കൈവശത്തിലാക്കുന്നവരില്ലേ, ഉമ്മയെ കൊണ്ട് അതാ ഒപ്പ് വാങ്ങുന്നവരില്ലേ. മോനെ, നീ ബാപ്പക്ക് ഖിദ്മത്തെടുത്തവനല്ല, നീ സ്വത്തിന് ഖിദ്മത്തെടുത്തവനാണ്, നീ പണത്തിന് ഖിദ്മത്തെടുത്തവനാണ്. നീ ബാപ്പക്ക് ഖിദ്മത്തെടുത്തവനല്ല, ഉമ്മക്ക് ഖിദ്മത്തെടുത്തവനല്ല. ബാപ്പ ബാപ്പയാണെന്ന നിലക്ക് ഖിദ്മത്തെടുക്കാൻ കഴിയണം. ഇനിയൊരു ബാപ്പ സുബ്ഹാനല്ലാഹ് മക്കൾക്കിടയിൽ വിവേചനം ചെയ്യരുതെന്നാണ് നിയമം. മഹാനായ നുഅ്മാൻ ബിൻ ബശീർ റളിയല്ലാഹു അൻഹുവിന് ബാപ്പ സ്വത്ത് കൊടുത്തപ്പോൾ, മറ്റുള്ള മക്കൾക്ക് കൊടുക്കാതെ കൊടുത്തപ്പോൾ സ്വന്തം ഉമ്മ അത് വാങ്ങാൻ സമ്മതിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ പോയി ആ വിഷയം അവതരിപ്പിച്ചിട്ട് അവിടുന്ന് അംഗീകരിക്കാതെ വാങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞു. മഹാനായ ബശീർ റളിയല്ലാഹു അൻഹു അതാ പോയി അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വിഷയം അവതരിപ്പിച്ചപ്പോ, നിന്റെ മറ്റുള്ള മക്കളും നിനക്കതാ മകനെ പോലെ ഉപകരിക്കണമെന്ന് നിന്റെ മനസ്സിലില്ലേ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് മറുപടി പറഞ്ഞപ്പോ, എന്നാൽ കൊടുത്ത സ്വത്ത് തിരിച്ചു വാങ്ങിക്കൂ, വിവേചനം വേണ്ട എന്നല്ലേ ബശീർ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശം നൽകിയത്. ബാപ്പമാരും ഉമ്മമാരും അത് ശ്രദ്ധിക്കേണ്ടതാണ്. അവര് സ്വത്ത് വിവേചനത്തോടെ കൊടുക്കരുത്. പക്ഷെ അങ്ങനെ കൊടുത്താലും, ഓ ചെറുപ്പക്കാരാ, ബാപ്പ സ്വത്ത് മുഴുവനും ഒരു മകന് കൊടുത്താലും, അല്ലെങ്കിൽ ബാപ്പ മുഴുവനും പള്ളിക്ക് വഖഫ് കൊടുത്താലും, ബാപ്പ മുഴുവനും മദ്രസക്ക് കൊടുത്താലും, ബാപ്പ മുഴുവനും ഒരു അന്യന് കൊടുത്താലും നിന്റെ കടപ്പാടിന് ഒരു കുറവുമില്ല.
ബാപ്പയെയും ഉമ്മയെയും നോക്കുന്ന സ്ഥലത്ത് നിന്റെ കടപ്പാടിനൊരു കുറവുമില്ല. ബാപ്പ അവനല്ലേ കൊടുത്തത്, എന്നാൽ അവൻ തന്നെ നോക്കട്ടെ, അവൾക്കല്ലേ കൊടുത്തത്, അവൾ തന്നെ നോക്കട്ടെ എന്ന് പറയുന്ന മകൻ ബാപ്പക്കും ഉമ്മക്കും ഖിദ്മത്തെടുത്ത് അവരെ പൊരുത്തം വാങ്ങുന്ന മക്കളല്ല, മറിച്ച് ദുനിയാവിനെ പൂജിക്കുന്ന മക്കളാണ്. പക്ഷേ ബാപ്പ ചെയ്യേണ്ടത് എല്ലാവർക്കും ഒരുപോലെയാണ് കൊടുക്കേണ്ടത്. വിവേചനം കാണിക്കുന്നത് ശരിയല്ല. പക്ഷേ അങ്ങനെ ചെയ്താലോ, അത് ചെയ്താൽ അതിന്റെ പേരിൽ അദ്ദേഹത്തെ ആക്ഷേപിക്കാനോ, അദ്ദേഹത്തെ അകറ്റാനോ, അദ്ദേഹത്തെ മനസ്സുകൊണ്ട് മാറ്റിവെക്കാനോ ഒരു മകനും അധികാരമില്ല. ഓ സഹോദരന്മാരെ, വളരെയേറെ ശ്രദ്ധിക്കണം. ബാപ്പയെയും ഉമ്മയെയും ചെറിയ വിഷയമായി കാണാൻ പാടില്ല. ഉമ്മ ബാപ്പമാരുടെ പേരിൽ അവർ മരണപ്പെട്ടു പോയാൽ നമുക്കെന്തു ചെയ്യാൻ സാധിക്കും? പരിശുദ്ധ ഖുർആൻ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനീ സഗീറാ, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. മാതാപിതാക്കൾക്ക് വേണ്ടി അതവരെ ജീവിതകാലത്തും മരണശേഷവും വേണം. റബ്ബിനോട് പറയുന്നതിന് അവർക്ക് രണ്ടാൾക്കും നീ റഹ്മത്ത് ചെയ്യണേ. കമാ റബ്ബയാനീ സഗീറാ, അവർ രണ്ടാളും എനിക്ക് സ്വത്ത് തന്നതുപോലെ എന്നല്ല. കമാ റബ്ബയാനീ സഗീറാ, എനിക്കൊന്നിനും കഴിയാത്ത കാലത്ത് എന്നെ അവർ പോറ്റി വളർത്തിയതുപോലെ അതിനുവേണ്ടി നീ അവർക്ക് കാരുണ്യം ചെയ്യണേ. അപ്പൊ ഉമ്മക്കും ബാപ്പക്കും ഒരു മനുഷ്യൻ പകരം വല്ലതും ചെയ്തു കൊടുക്കുന്നത് അവരെ സ്വത്ത് കണ്ടിട്ടല്ല, മറിച്ച് അവർ കുട്ടിക്കാലത്ത് ചെയ്ത സേവനത്തിനാണ്. അതിന് പകരം ചെയ്യാൻ വാസ്തവത്തിൽ ഒരു മനുഷ്യനും സാധ്യമല്ല. നീ ഏത് ബാപ്പനെ നോക്കിയാലും ഉമ്മനെ നോക്കിയാലും മരിക്കുന്നത് വരെ നോക്കുമെന്നല്ലേ നിന്റെ മനസ്സിലുള്ളത്? നേരെ മറിച്ച് അവരെ മനസ്സിൽ നിന്നെ നോക്കുമ്പോഴോ എന്റെ മകൻ കെൽപ്പുറ്റ ഒരു മനുഷ്യനായി തീരുന്നത് വരെ നോക്കണമെന്നല്ലേ അവരെ മനസ്സിൽ? അപ്പൊ നിന്നെ വളർത്തി ഒരാളാക്കണമെന്നാണ് അവരെ മനസ്സ്. നിന്റെ മനസ്സോ നോക്കി നോക്കി മരിക്കണമെന്നാണ് നിന്റെ മനസ്സ്. ഇത് രണ്ടും തമ്മിലുണ്ടോ? ഒക്കാൻ പോകുന്നു. സുബ്ഹാനല്ലാഹ്. സ്വന്തം ഭാര്യയുടെ തൃപ്തിക്ക് വേണ്ടി ഉമ്മയുമായി പിണങ്ങുന്ന മക്കളുണ്ട്, ഉമ്മാനെ വലിച്ചെറിയുന്ന മക്കളുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുപോലെ അമ്മോശന്റെ തൃപ്തിക്ക് വേണ്ടി സ്വന്തം ബാപ്പയെ അകറ്റുന്ന മക്കളുണ്ട്. അമ്മോശനെ ദിനേനെ വിളിക്കുന്നു വിദേശത്ത് നിന്ന്, ബാപ്പയെ വിളിക്കുന്നില്ല. ഇന്നാലില്ല. ഞാനൊരു വേദന പറയട്ടെ. ഈ അടുത്ത് ലക്ഷദ്വീപിൽ പോയപ്പോൾ അവിടെ നിന്നൊരു പാവപ്പെട്ട മനുഷ്യൻ സങ്കടത്തോടെ പറഞ്ഞു, എന്റെ മകൻ നന്നാകാൻ പ്രാർത്ഥിക്കണം. എന്താ കാരണം? മകനെല്ലാം ചെയ്തു കൊടുത്തു, മകൻ ഉദ്ദേശിച്ച പെണ്ണിനെ തന്നെ വിവാഹം കഴിപ്പിച്ചു. പക്ഷേ ആ മകനെ ഏതോ ഒരു വ്യാജ തരീഖത്തിൽപ്പെട്ട മനുഷ്യൻ കൊണ്ടുപോയി അതാ ഏതോ ഒരു കണക്കന്റെ സമീപത്തെത്തിച്ചു. ആ കണക്കൻ പറഞ്ഞുകൊടുത്തു, നിന്റെ ബാപ്പ നിനക്ക് സിഹിർ ചെയ്തിട്ടുണ്ട്, നിന്റെ ഭാര്യയും നീയും തമ്മിൽ തെറ്റാൻ വേണ്ടി. അത് പറഞ്ഞുകൊടുത്തപ്പോൾ ആ കണക്കന്റെ വാക്ക് വിശ്വസിച്ച് സ്വന്തം ബാപ്പയുമായും ഉമ്മയുമായും മിണ്ടുന്നില്ല, വിളിക്കുന്നില്ല, ഫോൺ എടുക്കുന്നില്ല. എന്താണ് ആ പാവപ്പെട്ട മനുഷ്യന്റെ സങ്കടം? ഓ സുഹൃത്തുക്കളേ, ഞാനൊരു കാര്യം സൂചിപ്പിക്കട്ടെ. ചില വിഷയങ്ങളൊക്കെ ചില ലക്ഷണങ്ങളെ കൊണ്ട് അതാ അങ്ങനെ ആയേക്കാമെന്ന് പറയാൻ കഴിയും. മഴക്കാറ് കണ്ടാൽ മഴ പെയ്യുമെന്ന് നമ്മൾ പറയാറില്ലേ? അതുപോലെ തന്നെ അതേ മിന്നറിയുന്നത് കാണുമ്പോൾ ഇടിയെടുക്കുമെന്ന് പറയാറില്ലേ? കാലാവസ്ഥാ നിരീക്ഷണക്കാർ അതാ ശക്തിയായതോ മിതമായതോ ഒറ്റപ്പെട്ടതോ ആയ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയാറില്ലേ? അങ്ങനെ ചില അടയാളങ്ങളെ കൊണ്ട് പറയാൻ കഴിഞ്ഞേക്കും. നേരെ മറിച്ച് ഏതെങ്കിലും ഒരു കണക്ക് കൂട്ടിയിട്ട്
ഇന്നവൻ നിനക്ക് സിഹിർ ചെയ്തു എന്ന് പറയാൻ ഒരു കണക്കുകാരനും കഴിയൂല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പടച്ചവനെ പേടിക്കാത്ത കണക്കുകാരന്റെ വാക്ക് കേട്ട് സ്വന്തം ബാപ്പയെയോ ഉമ്മയെയോ ഭർത്താവിനെയോ ഭാര്യയെയോ ഭാര്യ വീട്ടുകാരെയോ സ്വന്തം കുടുംബത്തെയോ അയൽവാസികളെയോ തൊട്ടടുത്തുള്ള കടക്കാരനെയോ നിന്നെപ്പോലുള്ള മറ്റൊരു ബിസിനസ്സുകാരനെയോ ഒരാളെയും നീ തെറ്റിദ്ധരിക്കല്ലേ. പടച്ച റബ്ബൊരിക്കലും ആ കണക്കുകാരനെയും നിന്നെയും അവന്റെ കോടതിയിൽ വെറുതെ വിടൂല. അതോടുകൂടി തന്നെ പറയട്ടെ, സ്വന്തം ബാപ്പയെയും ഉമ്മയെയും തെറ്റിദ്ധരിക്കുന്ന മനുഷ്യൻ എത്ര വലിയ തെറ്റ് ചെയ്തവനാണ്. ഒരിക്കലും അവരെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇതുപോലെ തന്നെ സ്വന്തം ഭാര്യമാരെ സംബന്ധിച്ച് ഇന്നാലില്ല, ഞാനൊരു സൂചനയ്ക്ക് വേണ്ടി മാത്രം പറയുന്നു, ഭാര്യമാരെ സംബന്ധിച്ച് ഇല്ലാത്ത ഫിത്നകളും ഫസാദുകളും പറയുന്ന ചില ഉമ്മമാരുണ്ട്, അതുപോലെ ചില പിതാക്കളുണ്ട്, ചില പെങ്ങന്മാരുണ്ട്. അത് തീരെ ഇല്ലെന്ന് ഈ ആഖിറുസമാനിൽ പറയാൻ പറ്റില്ല. കാരണം വിവരം കെട്ട ചില ഉമ്മമാർ അതിന്റെ ഭവിഷ്യത്ത് ചിന്തിക്കുന്നില്ല. എന്റെ സ്വന്തം മകന്റെ മനസ്സ് വേദനിപ്പിച്ചാൽ അതിന്റെ ദോഷം എനിക്ക് തന്നെയാണ്, എന്റെ മകന് തന്നെയാണ്, എന്റെ മകന്റെ ഭാവിക്കാണ്, എന്റെ മകന്റെ ചെറിയ പിഞ്ചു മക്കളുടെ ഭാവിക്കാണ് എന്ന ചിന്ത ചില ഉമ്മമാർക്കില്ല. സ്വന്തം എത്രയോ മക്കൾ ആയതിനു ശേഷവും ആ മകനൊന്ന് ഭാര്യയെ തലാഖ് ചൊല്ലിക്കാണണമെന്നാണ് ഉമ്മ ചിന്തിക്കുന്നത്. ഈ ഉമ്മയുടെ പിഞ്ചുമക്കളല്ലേ മകന്റെ മക്കൾ. ആ മക്കൾ വഴിയാധാരമാകുന്നതും ആ മക്കളെ വിദ്യാഭ്യാസം മുടങ്ങുന്നതും ആ മക്കൾ അതാ ആരുമില്ലാതെ ബാപ്പ വേറെ ഉമ്മ വേറെയായി ജീവിക്കുന്നതും കൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് എത്ര വലുതാണ് സുഹൃത്തുക്കളെ. പക്ഷേ അത് ചിന്തിക്കാതെ സംസാരിക്കുന്ന ചില ഉമ്മമാരുണ്ട്, ബാപ്പമാരുണ്ട്. ഞാൻ പറയട്ടെ, പടച്ചവൻ പൊരുത്തപ്പെടാത്ത വിധത്തിലാണ് സംസാരിക്കുന്നതെങ്കിൽ അത് പരിഗണിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അതേ സമയത്ത് അവരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ, ഭാര്യയെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ കുടുംബജീവിതം നയിക്കാൻ സാധിക്കുന്നവനാരോ അവനാണ് ബുദ്ധിയുള്ളവൻ, അവനാണ് ഹിക്മത്തുള്ളവൻ. ഭാര്യയെയും പണക്കരുത്, ഉമ്മാനെയും പണക്കരുത്, ബാപ്പനെയും പണക്കരുത്, അമ്മോശനെയും പണക്കരുത്. അങ്ങനെയുള്ളൊരു ജീവിതത്തിന് ആവശ്യമായ എല്ലാ ഹലാലായ തന്ത്രങ്ങളും പ്രയോഗിക്കാൻ ഓ സുഹൃത്തുക്കളെ നമുക്ക് സാധിക്കണമെന്ന് ഈ സമയത്തുണർത്തുകയാണ്. ഉമ്മയെ പണക്കാൻ പാടില്ല. ഒരു ഖുർആനിലും ഒരു ഹദീസിലും ഉമ്മയുടെ പൊരുത്തമുണ്ടെങ്കിലേ സ്വർഗത്ത് കടക്കൂന്നല്ലാതെ. സുഹൃത്തുക്കളെ, ഭാര്യയ്ക്ക് നന്മ ചെയ്യണം എന്ന് ഖുർആനിൽ ഈ പറഞ്ഞതുപോലെ വബിൽ വാലിദൈനി ഇഹ്സാന, വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് ആവർത്തിച്ച് അല്ലാഹു തആല പറഞ്ഞതുപോലെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഭാര്യയുടെ കടപ്പാടൊന്നും ഇല്ലാന്നല്ലോ. വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന. അത് ഞാൻ എന്റെ വിവാഹം എന്ന 5 ദിവസത്തെ പ്രസംഗത്തിൽ കുറ്റിയാടിയിൽ വെച്ച് വിശദീകരിച്ച് CD ഉണ്ട്, വാങ്ങി എല്ലാവർക്കും കേൾക്കാം. അതിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന. ആ ആയത്താണ് മഹാന്മാര് തെളിവ് പറഞ്ഞത്. ഭർത്താവ് ഭാര്യയുടെ സമീപത്ത് പോകുമ്പോ ഏറ്റവും നല്ല ഭംഗിയുള്ള വസ്ത്രവും ധരിച്ചു പോകണം, അത്തർ പൂശി പോകണം, ഏറ്റവും സുഗന്ധം പൂശി പോകണം ഭർത്താവ് ഭാര്യയുടെ അടുക്കലേക്ക്. അതെന്തേ? എല്ലാവർക്കും അറിയില്ലേ, ഭാര്യ അങ്ങനെ വരണമെന്നല്ലേ എല്ലാ ഭർത്താവിന്റെയും ആഗ്രഹം. അത് അവളുടെ കടപ്പാടാണ്. ഭർത്താവിന്റെ അടുക്കൽ പോകുമ്പോൾ ഭംഗിയായി ഏറ്റവും നല്ല സുഗന്ധം പൂശി പോവുക എന്നത് ഭാര്യയുടെ കടപ്പാടാണ്. അതേപോലെ ഒരു കടപ്പാട് ഭർത്താവിനുമുണ്ട്. ഭർത്താവ് നാറുന്ന തുണിയുമുടുത്തല്ല ഭാര്യയെ സമീപിക്കേണ്ടത്. ഭാര്യ എന്നെ കാണുമ്പം പുഞ്ചിരിക്കണമെന്ന് അവന് തോന്നുന്നുണ്ടെങ്കിൽ അവളെ കാണുമ്പോൾ ഭർത്താവും പുഞ്ചിരിക്കണം. അങ്ങനെ അവൾക്ക് എന്ത് കടപ്പാടുണ്ടോ അതുപോലെ ഭർത്താവിന് അങ്ങോട്ടും കടപ്പാടുണ്ടെന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് മഹാന്മാർ അതിന് മറുപടി പറഞ്ഞത്. വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന. പക്ഷേ അവിടെ ഖുർആൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, വലിർരിജാലി അലൈഹിന്ന ദറജ. പുരുഷന്മാർക്ക് സ്ത്രീയേക്കാൾ ബഹുമാനം ഉണ്ട്. അത് അംഗീകരിച്ചു കൊടുക്കാതെ നിർവാഹം ഇല്ല. പുരുഷന് സ്ത്രീയേക്കാൾ ബഹുമാനമുണ്ട്. അത് ലോകമൊട്ടാകെ അംഗീകരിച്ചിട്ടും ഉണ്ട്. അത് അംഗീകരിക്കാതെ ലോകം നടക്കുകയില്ല, ലോകം നടക്കുന്നും ഇല്ല. എത്ര ആളുകളുണ്ട് തേങ്ങ പറിക്കുന്ന പുരുഷന്മാർ, ഒരൊറ്റ സ്ത്രീയും ഇല്ല. തെങ്ങുമ കയറുന്ന സ്ത്രീകൾ,
കവുമുക്കേറി അടക്ക പറിക്കുന്നവരില്ല, കടലിൽ മത്സ്യത്തൊഴിലാളികളായി പോകുന്നവരില്ല. അതെ, അതാരും ഉണ്ടാക്കിയതല്ല, അതൊക്കെ അങ്ങനെ തന്നെയാണ്. അതിലേക്ക് ഇപ്പൊ ഞാൻ കിടന്ന് സംസാരിക്കുന്നില്ല. അത് തന്നെ സംസാരിച്ച ധാരാളം സീഡികളുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു, സിറാജുൽ ഹുദയെ പരിചയപ്പെടുന്ന സീഡി സ്ത്രീകളൊക്കെ വാങ്ങണം, ഒരു 10 രൂപ കൊടുക്കണം. ഇതിലൊന്നും സീഡി വിതരണം ചെയ്യാൻ കുട്ടികൾക്ക് സാധിച്ചില്ലെന്നാണ് എന്റെ അറിവ്. കൊണ്ടുവരുമ്പോൾ നിങ്ങൾ അത് ചെയ്യണം എന്നുണർത്തുകയാണ്. ഇന്നലെ ഞാൻ പ്രത്യേകം സൂചിപ്പിച്ചിരുന്നു, നമുക്ക് 20,000 പെട്ടി വേണം. അത് ചിലർക്ക് മനസ്സിലായില്ല എന്ന് ചിലർ എന്നോട് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നമുക്ക് സിറാജുൽ ഹുദയ്ക്ക് വേണ്ടി കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ, വിവിധ ഏരിയകളിൽ കുറെ പെട്ടി കൊണ്ടുപോയി ഓരോ കടയിലും വീട്ടിലും വെക്കണം. അതിന് വെക്കാൻ വേണ്ടി പെട്ടി വാങ്ങിത്തരണമെന്നാ പറഞ്ഞത്. അത് നിങ്ങൾ പെട്ടി വാങ്ങണ്ട, നിങ്ങൾ കേസ് തന്നാൽ മതി. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് 20,000 പെട്ടിക്ക്. അതിന് നിങ്ങളൊക്കെ കേസ്, നിങ്ങൾ ഓരോന്നോരോന്നും അങ്ങനെ വലിയ പൈസ വരും. മാത്രമല്ല എല്ലാം ഒരുപോലെ ആവുകയില്ല. അതുകൊണ്ട് 20,000 പെട്ടിക്ക് നിങ്ങളൊക്കെ കേസ് തരണമെന്നാണ്. ഞാൻ കേറി വരുമ്പോ ഒരാള് 1000 പെട്ടിക്ക് 50,000 ഉറുപ്പിക ഒരാള് തന്നു. ഏൽപ്പിച്ചത് എന്റെ കൈവശം കിട്ടി. അദ്ദേഹം 100 പെട്ടിയായിരുന്നു ഇന്നലെയോ മെന്നാന്നോ പറഞ്ഞിരുന്നത്. ആ 100 പെട്ടിന്റെ കേസ് തരികയും ചെയ്തിരുന്നു. അത് തിരിച്ചങ്ങോട്ട് കൊടുക്കണമെന്നും പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും ബറക്കത്തും ഏറ്റിക്കൊടുക്കട്ടെ. അപ്പൊ 100 ഉള്ളത് 1000 അദ്ദേഹം ഒരു മാതൃക കാണിച്ചു. ഇത് എല്ലാവർക്കും തുടരാവുന്നതാണ്. ഇത് അദ്ദേഹം ഈ കാണിച്ച മാതൃക എല്ലാവർക്കും തുടരാവുന്നതാണ്. 1000 മാറ്റുക, 100 50 500 മാറ്റുക, അങ്ങനെ 10 100 മാറ്റുക. എന്നാലേ 20,000 തികയൂ, അല്ലെങ്കിൽ 20,000 തികയൂല. ഇത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഒരു പെട്ടിയിൽ നിന്ന് നാം മനസ്സിലാക്കുന്ന ചുരുങ്ങിയത് ഒരു 3000 ഉറുപ്പിക ഒരു പെട്ടിയിൽ നിന്ന് ഒരു കൊല്ലത്തിൽ സുമാറ് കിട്ടും. അതിന് 10 പെട്ടി ഉണ്ടാവുമ്പോ ഒരു കൊല്ലത്തിൽ 30,000 ഉറുപ്പിക കിട്ടും. അത് 1000 പെട്ടിയാകുമ്പോ 100 പെട്ടിയാകുമ്പോ 3 ലക്ഷം ഉറുപ്പിക കിട്ടും. നിങ്ങൾ ചിന്തിക്കണം. അത് തന്നെ ഒരു കൊല്ലത്തിൽ 1000 പെട്ടിയാകുമ്പോ ചിലപ്പോ അതിനേക്കാൾ കൂടുതൽ അതിന്റെ 10 ഇരട്ടി കിട്ടുമെന്ന് ഉറപ്പല്ലേ? അങ്ങനെ കിട്ടിയാൽ അത്ര കിട്ടുമെന്ന് പ്രതീക്ഷ പറയാണ്. ചിലപ്പത്തിലെ കിട്ടുക അള്ളാഹു കണക്കാക്കി കിട്ടും. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ ഈ പെട്ടിയുടെ വരുമാനം അത് വലിയ വരുമാനമാണ്. അതിനൊക്കെ ഈ പെട്ടിക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്നവർക്ക് മരിച്ച് ഖബറിൽ കിടക്കുമ്പോഴും പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബറക്കത്ത് റബ്ബിൽ നിന്നാണ്. അള്ളാഹുവേ, ഈ 100 പെട്ടി 1000 മാറ്റി സംഭാവന തന്ന എന്റെ സ്നേഹിതന് നീ ഖൈറും ബറക്കത്തും ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിലും അദ്ദേഹത്തിന്റെ മുഴുവൻ വിഷയങ്ങളിലും നീ ഖൈറും ബറക്കത്തും ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. നിന്റെ പൊരുത്തത്തിൽ ജീവിച്ച് നിന്റെ പൊരുത്തത്തിൽ മരിക്കാൻ നീ തൗഫീഖ് തരണം റഹ്മാനെ. 550 പെട്ടി വകയിൽ 1.25 പവൻ എന്നുള്ള ഒരു മോതിരം ഒരു സ്ത്രീ, അൽഹംദുലില്ലാ, അല്ലാഹുവേ, ആ സ്ത്രീക്ക് നീ ഹലാലായ സ്വർണം ഇവിടെ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. ആഖിറത്തിൽ സ്വർഗത്തിൽ നിന്ന് ധാരാളം സ്വർണം കൊടുക്കണം റഹ്മാനെ. ആ സ്ത്രീയുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ നിറവേറ്റണം റഹ്മാനെ. മരണപ്പെട്ടു പോയ പിതാവിന് ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലാഹുവേ, മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബറിനെ നീ സന്തോഷത്തിലാക്കി കൊടുക്കണം റഹ്മാനെ. ആ സ്ത്രീയുടെ കുടുംബത്തിന് നീ ഖൈറും ബർക്കത്തും ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. ഇതുപോലെ സിറാജുൽ ഹുദയിലേക്ക് സ്വർണ്ണ കമ്മൽ തന്നവരുണ്ട്. അതുപോലെ മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ മോതിരം തന്നവരുണ്ട്. അതുപോലെ പെട്ടിക്ക് വേണ്ടി സ്വർണ്ണമോതിരം തന്നവരുണ്ട്. ഇന്നലെ ഹുസൈൻ മാസ്റ്ററുടെ ബാഗ് വലിച്ചു എന്നാണ് എന്റെ അർത്ഥം. അത് സ്ത്രീകൾക്ക് പൈസ ഇല്ലെങ്കിൽ പൊന്നു കൊടുത്തേക്കണം പെട്ടിക്ക് വേണ്ടി. ഇന്നലെ ഹുസൈൻ മാസ്റ്റർ ഞാൻ വരുന്നതിന് മുമ്പ് ബാഗ് പറഞ്ഞു. ഞാൻ മിന്നാരോട് പറഞ്ഞു, എന്നെക്കാൾ ചിലപ്പോൾ ദുആക്കുത്തരം കിട്ടല അയാൾക്കായിരിക്കും. അപ്പോ അള്ളയല്ലേ കൊടുക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും എല്ലാ അമലുകളും ഖബൂൽ ചെയ്യുമാറാകട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, നിന്റെ ദീനിന്റെ എളിയ പ്രവർത്തനം നടത്തുന്ന ഞങ്ങൾക്ക് നിന്റെ സഹായം നിന്റെ സൃഷ്ടികളിലൂടെയല്ലേ നീ തന്നുകൊണ്ടിരിക്കുന്നത്. അത് നീ വെച്ച വ്യവസ്ഥിതിയല്ലേ അല്ലാഹ്. അതുകൊണ്ട് നിന്റെ സൃഷ്ടികളോട് ഞങ്ങൾ ചോദിക്കുന്നു, നീ കൊടുത്തതിൽ നിന്ന് ഞങ്ങളുടെ ദീനീ പ്രവർത്തനത്തിന് സഹായിക്കണമെന്ന് ചോദിക്കുന്നു. ആരാണോ ഞങ്ങളോടതിൽ സഹകരിക്കുന്നവർ
അവർക്കെല്ലാം ദുനിയാവിലും ആഖിറത്തിലും നീ സർവ്വ നന്മകളും കൊടുക്കണേ അല്ലാ. ഞങ്ങളോട് ചെറുതും വലുതുമായ തുകകൾ വാഗ്ദത്തം ചെയ്തിട്ട് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും തരാൻ കഴിയാത്ത ചില നല്ല മനുഷ്യരുണ്ട്. അല്ലാഹുവേ, അവരുടെ പ്രശ്നങ്ങൾ നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാ. അവർക്ക് വിറ്റുപോകേണ്ടത് നീ ഖൈറായ വിലക്ക് വിൽക്കാൻ അവസരം കൊടുക്കണേ അല്ലാ. അവരെ വാക്ക് പാലിക്കാൻ അവർക്ക് അവസരം കൊടുക്കണേ അല്ലാ. അവർക്ക് കിട്ടാനുള്ളത് അവരെ കയ്യിലെത്തിക്കണേ അല്ലാ. അല്ലാഹുവേ, ആമിന പാറക്കടവ് പ്രസവ വാർഡിലാണ്. അല്പം ബുദ്ധിമുട്ടെന്ന് ഡോക്ടർമാര് പറഞ്ഞുവെന്ന് പറഞ്ഞൊരു 500 രൂപ കൊടുത്തയച്ചിരിക്കുന്നു. ആ സ്ത്രീക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാ. ഖൈറായ മക്കളെ നൽകണേ അല്ലാ. اللهم إنا نسألك بأننا نشهد أنك أنت الله الذي لا إله إلا هو الواحد الأحد الصمد الفرد الذي لم يلد ولم يولد ولم يكن له كفوا أحد يا حي يا قيوم يا ذا الجلال والإكرام. ദുആക്ക് ഉത്തരം കിട്ടാൻ വേണ്ടി ചില വാചകങ്ങൾ ഉച്ചരിക്കാൻ, ചില അസ്മാഉകൾ പറയാൻ നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നതനുസരിച്ച് ഞങ്ങൾ ചൊല്ലിയ വചനങ്ങൾ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങളെ ദീനീ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്ന ഏത് മുഅ്മിനീങ്ങളുണ്ടോ അവരെ പ്രശ്നങ്ങളൊക്കെയും പരിഹരിച്ചു കൊടുക്കാൻ നിനക്കേ കഴിയൂ. നീ തന്നെ അത് ഏറ്റെടുത്ത് പരിഹരിക്കണേ അല്ലാഹ്. കാണാതായ പോയവരെ തിരിച്ചെത്തിക്കണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സലാമത്ത് നൽകണേ അല്ലാഹ്. ഏതെല്ലാമോ രാജ്യങ്ങളിലിരുന്ന് നെറ്റിലൂടെ വാഗ്ദത്തം ചെയ്ത് സിറാജുൽ ഹുദയിൽ കേശെത്തിക്കുന്ന പടച്ച റബ്ബേ, മുഅ്മിനീങ്ങൾ ഇൽമിനെ സ്നേഹിച്ച് അതാ ഓരോ സ്ഥലത്തും കമ്പ്യൂട്ടറിന്റെ മുന്നിൽ പോയി ഇരുന്നു കൊണ്ട് വഅദ് കേൾക്കുന്ന ആയിരങ്ങൾ പടച്ച റബ്ബേ, അവരുടെയും എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും നീ നിറവേറ്റണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഒരു സ്ത്രീ കൊടുത്തയച്ച കത്ത് കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നു. സ്വർണം കൊടുത്തയച്ചിട്ട് ആ പെണ്ണ് പറയുന്നത് ഭർത്താവിന്റെ മദ്യപാനം ഇന്ന് മുതലൊന്ന് നിർത്തിക്കിട്ടാൻ പ്രാർത്ഥിക്കണമെന്നാണ്. അല്ലാഹുവേ, ഖൽബിനെത്തിരിക്കുന്ന രാജാവ് നീയല്ലേ. ആര് ഞങ്ങളെ കൂട്ടത്തിൽ മദ്യപിക്കുന്നവരുണ്ടോ ആ പെണ്ണിന്റെ ഭർത്താവടക്കം ആ ഒരു ദൗർബല്യത്തിൽ പെട്ടുപോയ ഏത് മുസ്ലിം ചെറുപ്പക്കാരുണ്ടോ അവരുടെ മനസ്സിൽ നിന്ന് ആ മദ്യപാനത്തോടുള്ള അവരുടെ മനസ്സിന്റെ ആഗ്രഹം നീ എടുത്തു മാറ്റണേ അല്ലാഹ്. നീ പൊരുത്തപ്പെട്ട ആയിരക്കണക്കിന് വെള്ളങ്ങളും ആയിരക്കണക്കിന് ജ്യൂസുകളും തേനും പാലും നീ എന്തെല്ലാമാണ് ഞങ്ങൾക്ക് തന്നത്, അത് തന്നെ കുടിച്ച് നീ അനുവദിച്ചത് മാത്രം കുടിച്ച് ജീവിച്ച് അതേ റബ്ബേ, അബൂജഹലിന്റെ ചലം കുടിക്കുന്നതിൽ നിന്ന് ആ ഭർത്താവിനെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പടച്ച റബ്ബേ, 3 പെൺകുട്ടികളുണ്ട്, ഒരാണ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് 313 പെട്ടി എന്റെ ഒരു ശിഷ്യനും എന്റെ ഒരു സ്നേഹിതനുമായ ഒരു ചെറുപ്പക്കാരൻ അതിന് 15,650 രൂപ കൊടുത്തയച്ചിട്ടുണ്ട്. ആ ചെറുപ്പക്കാരന് നീ ഉദ്ദേശിച്ചതുപോലെ ആരോഗ്യമുള്ള പെൺകുട്ടിയെ കൊടുക്കണേ അല്ലാഹ്. ഖൈറായ പെൺകുട്ടിയെ കൊടുക്കണേ അല്ലാഹ്. ഭാര്യയുടെ രോഗവും അതുപോലെ ബാപ്പയുടെ രോഗവും എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ കൂടെ ഓടി നടന്ന് പ്രവർത്തിക്കുന്ന പല പ്രവർത്തകന്മാരും അവരെ ഭാര്യമാരുടെ രോഗത്തിന്റെ സങ്കടം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹ്, നിനക്കല്ലാതെ രോഗം മാറ്റാൻ കഴിയില്ലല്ലോ അല്ലാഹ്. അവർക്കെന്ത് രോഗമുണ്ടോ, ഞങ്ങൾക്കെന്ത് രോഗമുണ്ടോ, ഞങ്ങളെ ഭാര്യമാർക്കോ മക്കളെ ഭാര്യമാർക്കോ ഞങ്ങളുടെ സ്വന്തം മക്കൾക്കോ ബന്ധപ്പെട്ട ആർക്കെന്ത് രോഗമുണ്ടോ അത് സുഖപ്പെടുത്താൻ നിനക്ക് മാത്രമേ കഴിയൂ അല്ലാഹ്. നീയല്ലേ സുഖപ്പെടുത്തുന്ന രാജാവ്. അല്ലാഹുമ്മ ഇന്നക അന്ത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക്. അല്ലാഹുവേ, ശാഫിയായ അല്ലാഹ്,
അവരുടെയും ഞങ്ങളുടെയും സർവ്വരോഗങ്ങളും നീ സുഖപ്പെടുത്തണേ അല്ലാ. നിന്റെ ഖുർആൻ പഠിക്കുന്ന കുട്ടികളെ ഭക്ഷണത്തിന് വേണ്ടി മുഅ്മിനീങ്ങളോട് പിരിവെടുക്കാൻ പെട്ടിക്ക് വേണ്ടി സംഖ്യ ആവശ്യപ്പെട്ടപ്പോ ഇതുവരെയും സഹായിച്ചവരും ഇനിയും തരുന്നവരും ആരുണ്ടോ അതവർക്ക് ആഖിറത്തിലേക്കുള്ള പെട്ടിയാക്കണേ അല്ലാ. നാം മാതാപിതാക്കളെ വളരെയേറെ പരിഗണിക്കേണ്ടതുണ്ട്. അതേ സമയത്ത് നമ്മുടെ ഭാര്യമാരോട് അനീതി ചെയ്യാനും അക്രമം ചെയ്യാനും അവരെ പീഡിപ്പിക്കാനും ഒരു നിലക്കും പാടില്ലതാനും. ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കണം. ജിദ്ദയിലുള്ള എന്റെ ഒരു സ്നേഹിതൻ നല്ല സഹായം ചെയ്യുന്ന ആളാണ്. ഈ കഴിഞ്ഞ പ്രാവശ്യം എന്നോട് പറഞ്ഞു, നിങ്ങളുടെ വിവാഹം എന്ന CD കേട്ടപ്പോ ഞാനും എന്റെ ഭാര്യയും തമ്മിൽ ഇടക്കിടക്ക് തെറ്റലുണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെ തെറ്റാറില്ല. അതുകൊണ്ട് 5 ദിവസം കുറ്റ്യാടിയിൽ വെച്ച് പ്രസംഗിച്ച ആ CD കേൾക്കാത്തവരൊക്കെ കേട്ടു നോക്കണം എന്ന് ഞാൻ പ്രത്യേകമായി അറിയിക്കുകയാണ്. അതുപോലെ സ്വന്തം ഭർത്താവിനോട് സ്നേഹമുള്ള സ്ത്രീകൾ, ആ സ്ത്രീകൾ ഭർത്താവിന്റെ ബാപ്പയെ സ്നേഹിക്കണം, ഭർത്താവിന്റെ ഉമ്മയെ സ്നേഹിക്കണം, അവർക്ക് ഖിദ്മത്ത് എടുക്കണം. എന്നാൽ നിങ്ങളെ ഭർത്താവിന് ആ ബാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തം കിട്ടും, നിങ്ങൾക്ക് ആ ഭർത്താവിനെ സ്വർഗത്ത് കിട്ടും. നേരെ മറിച്ച് നിങ്ങളുടെ സ്വഭാവം കൊണ്ട് ആ ബാപ്പയും ഉമ്മയും മകനുമായി തെറ്റിപ്പോയാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഭർത്താവിനെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന ബോധം പെൺകുട്ടികളെ നിങ്ങളെ മനസ്സിലുണ്ടാകണം. കുറച്ചൊക്കെ ഒന്ന് ക്ഷമിച്ചാലും പ്രായമുള്ള ആളുകളാകുമ്പോൾ അവർക്ക് ചിലപ്പോൾ അവരുടെ സംസാരത്തിലും അവരുടെ പെരുമാറ്റത്തിലുമൊക്കെ ചില വൈകല്യങ്ങളും ദൗർബല്യങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ മാതാപിതാക്കളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. ബാപ്പയോ ഉമ്മയോ പ്രായമാകുമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ പ്രായമാകുമ്പോ നീ അവരെ വിരട്ടുന്ന ഗൗരവമുള്ള സംസാരം സംസാരിക്കരുത്. അവരെ മനസ്സിനിഷ്ടപ്പെടാത്തൊരു ചെറിയ വാക്ക് പോലും നീ സംസാരിച്ചു പോകരുത്. ഉഫിൻ എന്നിവരെ പഴയകാലത്ത് പണ്ഡിതന്മാർ ഛേ എന്ന് പറയരുത് എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ അവരിഷ്ടപ്പെടാത്തൊരു വാക്ക് പോലും പറഞ്ഞു പോകരുതേ. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, മാനമായ സംസാരമേ അവരോട് പറ്റൂ. എന്ന് മാത്രമല്ല സഹോദരന്മാരെ, ഉമ്മ ബാപ്പമാരോടുള്ള കടപ്പാട് പടച്ച റബ്ബ് പറയുന്നത് ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. വൈൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ. ഇനി ആ ബാപ്പയും ഉമ്മയും പടച്ചവനിൽ പങ്കു ചേർക്കണമെന്ന് നിന്നെ നിർബന്ധിച്ചാൽ, അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. പക്ഷേ മഹാനവറുകൾ ഇസ്ലാം മതം സ്വീകരിച്ചപ്പോ ഉമ്മാക്കത് പിടിച്ചില്ല, അമ്മക്കത് പിടിച്ചില്ല. അതേ, അമ്മ വളരെ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചു. പക്ഷേ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിന് ബോധ്യപ്പെട്ടു പോയി, പരിശുദ്ധ ഇസ്ലാമാണ് ഹഖ്. അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല. കാരണം എല്ലാ സാധനങ്ങളും അല്ലാഹ് പടച്ചത്, എല്ലാം തരുന്നത് അല്ലാഹ്. അവൻ തന്നെയല്ലേ അങ്ങേറ്റത്തെ ബഹുമാനത്തിന് അർഹതയുള്ളവൻ. അതുകൊണ്ട് അല്ലാഹയല്ലാതെ ഇലാഹില്ല, അല്ലാഹയല്ലാതെ ആരാധ്യനില്ലെന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആശയം പ്രഖ്യാപിച്ചപ്പോ അങ്ങേയറ്റത്തെ എതിർപ്പ് സ്വന്തം ഉമ്മ എതിർപ്പ് പ്രകടിപ്പിച്ചു. അങ്ങനെ ഉമ്മ ഒരൊറ്റ പ്രഖ്യാപനമാണ്, എന്റെ മകൻ ഇസ്ലാമെന്ന് രാജിവെക്കാത്ത കാലത്തോളം ഞാനൊന്നും തിന്നൂല, ഞാനൊന്നും കുടിക്കൂല, ഞാൻ കുളിക്കൂല. സുബ്ഹാനല്ലാഹ്, നിരാഹാര സമരക്കാർക്ക് പഠിപ്പിച്ചു കൊടുത്ത ഉമ്മ. ഞാനൊന്നും കുടിക്കൂല, ഞാനൊന്നും തിന്നൂല, ഞാൻ കുളിക്കൂല, എന്റെ മകൻ ഇസ്ലാമെന്ന് രാജിവെക്കണം. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അതാ ആ വിവരം കേട്ടപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ലൗ അല്ലാഹൽ ജൂലാകലത്, നന്നായിട്ട് വിശക്കുമ്പോ അമ്മ അങ്ങ് തിന്നും, നന്നായിട്ട് വിശക്കുമ്പോ ഉമ്മ അങ്ങ് തിന്നും, നന്നായിട്ട് ദാഹിക്കുമ്പോ ഉമ്മ അങ്ങ് കുടിക്കും. അതേ, പേന് കൊണ്ടൊരു നിവൃത്തിയില്ലാതെയാകുമ്പോ അങ്ങ് കുളിക്കും. അതുകൊണ്ടൊന്നും തന്നെ
എനിക്ക് കിട്ടിയ വെളിച്ചം ഞാൻ നഷ്ടപ്പെടുത്തൂല. ആ സമയത്ത് ഇറങ്ങിയ ആയത്താണ് ഖുർആനിൽ വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബിഹി മാ ലൈസ ലക ബിഹി ഇൽം. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത് ലോകത്തിനൊരൊറ്റ ഇലാഹേ ഉള്ളൂ, ഒരു ദൈവമേ ഉള്ളൂ, ഒരാരാധ്യനേ ഉള്ളൂ. അവന് ഏതെങ്കിലും ഒരു പോയിന്റിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ തുല്യതയുള്ളവനില്ലെന്നല്ലേ, അതിന് പകരം പടച്ചവന് പങ്കുകാരുണ്ടെന്ന് വിശ്വസിക്കാൻ നിങ്ങളെ മാതാപിതാക്കൾ നിർബന്ധിച്ചാൽ ഫലാ തുതിഅഹുമാ, ആ മാതാപിതാക്കളെ നിങ്ങളാ വിഷയത്തിൽ അംഗീകരിക്കേണ്ടതില്ല, അനുസരിക്കേണ്ടതില്ല. എന്താണ് പറഞ്ഞതിനർത്ഥം നമുക്ക് ബോധ്യമുണ്ട്. അല്ലാഹ് നേരത്തെ തന്നെ പറഞ്ഞത് അനിഷ്കുറി ലീ വലിവാലിദൈക്, എനിക്ക് നന്ദി ചെയ്യണം, നിങ്ങളെ മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണമെന്നാണ്. അപ്പൊ അല്ലാഹുവിനെ അവഗണിച്ചുകൊണ്ടല്ല മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഓ മുസ്ലിമീങ്ങളെ, ഓ ചെറുപ്പക്കാരെ, ഓ സഹോദരിമാരെ, ഭർത്താവിന്റെ ഉമ്മ നീ നിസ്കരിക്കണ്ട, നീ പണിയെടുത്തോ എന്ന് പറയും, നിസ്കാരം ഖളാക്കാൻ പറഞ്ഞാൽ ഭർത്താവിന്റെ ഉമ്മാനെ അനുസരിച്ചുകൂടാ, സ്വന്തം ഉമ്മ പറഞ്ഞാലും അനുസരിച്ചുകൂടാ, സ്വന്തം ബാപ്പ പറഞ്ഞാലും അനുസരിച്ചുകൂടാ, സ്വന്തം ഭർത്താവിന്റെ ഉമ്മ പറഞ്ഞാലും അനുസരിച്ചുകൂടാ, ബാപ്പ പറഞ്ഞാലും അനുസരിച്ചുകൂടാ, ഭർത്താവ് പറഞ്ഞാലും അനുസരിച്ചുകൂടാ. അല്ലാഹുവിന് തെറ്റ് ചെയ്യുന്ന വിഷയത്തിൽ ഒരിക്കലും തന്നെ ഒരു സൃഷ്ടിയെയും അനുസരിച്ചുകൂടാ. ലാ തഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖി, പടച്ച റബ്ബിന് തെറ്റ് ചെയ്യുന്ന വിഷയത്തിൽ ഒരു സൃഷ്ടിയെയും അനുസരിച്ചുകൂടാ. അത് സ്വന്തം ബാപ്പ ഉമ്മയെ പോലും അനുസരിച്ചുകൂടാ. ബാപ്പ പറയുന്നു നീയും എന്റെ കൂടെ കൂടിയിട്ട് ആലിമീങ്ങളെ ചീത്ത പറയണം, അല്ലെങ്കിൽ ആലിമീങ്ങളെ ചീത്ത പറയുന്ന സദസ്സിൽ പോയി ഇരിക്കണം, അല്ലെങ്കിൽ ആലിമീങ്ങളെ ചീത്ത പറയുന്നവന്റെ കൂടെ നടക്കണം എന്ന് ബാപ്പ പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ നിവൃത്തിയില്ല. ഗീബത്ത് പറയണമെന്ന് പറഞ്ഞാൽ സ്വീകരിക്കാൻ നിവൃത്തിയില്ല. അതേ ബാപ്പ പറയുന്നു അല്ലെങ്കിൽ ഉമ്മ പറയുന്നു നീ അതാ തങ്ങന്മാരെ നിസ്സാരപ്പെടുന്ന കൂട്ടത്തിൽ നീയും ഉൾപ്പെടണം എന്ന് പറയുമ്പോ അതിൽ ബാപ്പനെയും ഉമ്മനെയും അനുസരിച്ചൂടാ. ഔലിയാക്കളെ കാഫറാക്കി, ലോക മുസ്ലിമീങ്ങളെ മുഴുവൻ കാഫറാക്കി, അവരെല്ലാം മുൻഗാമികളൊക്കെ ഇസ്ലാം എന്ന് പുറത്തുപോയവരാണെന്ന് പറഞ്ഞ്, അള്ളാഹ്ക്ക് കയ്യും കാലമുണ്ടെന്ന് പറഞ്ഞ്, സുബ്ഹാനല്ലാഹ് പടച്ചവൻ അവയവങ്ങളുണ്ടെന്ന് പറഞ്ഞ് അള്ളാഹുവിലുള്ള വിശ്വാസം തകർക്കുന്നവരെ കൂടെ നീയും പോകണമെന്നൊരു ബാപ്പ പറഞ്ഞാൽ മക്കൾക്കനുസരിച്ചൂടാ. പടച്ചവനെ വിട്ടുകൊണ്ടൊരു ബാപ്പയില്ല, പടച്ചവനെ വിട്ടുകൊണ്ടൊരു ഉമ്മയില്ല, പടച്ചവനെ വിട്ടുകൊണ്ടൊരു ഉസ്താദില്ല, പടച്ചവനെ വിട്ടുകൊണ്ട് ആരുമില്ല. അല്ലാഹു തന്നെയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് വലിയവൻ. وإن جاهداك على أن تشرك بي ما ليس لك به علم. ചിലപ്പോൾ ഭാര്യ അതേ ഭർത്താവിന്റെ ഉമ്മ പറയും എന്താ പറയുന്നത്, നിന്റെ ഭർത്താവിന്റെ അനുജന്റെ കൂടെ നീ മോട്ടോർ ബൈക്കുമേൽ അങ്ങ് പോയിക്കോ, സൈക്കിളുമേൽ അവനങ്ങ് ഇറക്കിത്തരും. പറ്റൂല. ഭർത്താവിന്റെ ഭാര്യന്റെ പിന്നിലിരുന്ന് നിനക്ക് ബൈക്കിന്റെ മേലെ യാത്ര ചെയ്യാൻ പറ്റൂല, അതിനെന്നെ കിട്ടൂല എന്ന് പറയണം. ഇനി വേറെ ഒരാളതാ നിന്നെ കാണാൻ വന്നിരിക്കുന്നു, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിരിക്കുന്നു, ഇഷ്ടപ്പെട്ടതിന് ശേഷം അവനതാ പറയുന്നു. എന്താ പറയുന്നത്, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വിളിച്ചുകൊണ്ടേയിരിക്കണം, അവളെ ശബ്ദം കേട്ട് രസിച്ചുകൊണ്ടേയിരിക്കണം. പറ്റൂല. ഒരു പെണ്ണിന്റെ ശബ്ദം ഔറത്തല്ല, പക്ഷേ പെണ്ണിന്റെ ശബ്ദം കേട്ട് രസിക്കൽ പാടില്ലാത്തതാണ്, കേട്ട് രസിക്കാൻ പാടില്ല. അപ്പോൾ വൈകാരികമായ നിലയ്ക്ക് ഒരു പെണ്ണിന്റെ ശബ്ദം അന്യ പെണ്ണിന്റെ ശബ്ദം കേൾക്കാൻ പറ്റൂല. സാധാരണ നിലയ്ക്ക് ഒരു പെണ്ണിന്റെ ശബ്ദം ഔറത്തല്ല, പുരുഷന്റെ ശബ്ദം പെണ്ണിനും ഔറത്തല്ല. പക്ഷേ വൈകാരികമായ നിലയ്ക്ക് കേൾക്കാൻ പറ്റൂല. വൈകാരികമായ നിലക്കുള്ള കേൾവി കേൾക്കാനല്ലേ അതാ അവൾക്കൊരു മൊബൈൽ ഫോൺ കൊടുക്കണം, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ രാത്രി പാതിരക്ക് വിളിക്കണമെന്ന് പറയുന്നത് പറ്റൂല. അതേ സമയത്ത് അവിടുന്നും കവിഞ്ഞുപോയി. സുഹൃത്തുക്കളെ, സുബ്ഹാനല്ലാഹ്, വിവാഹം കഴിക്കാൻ തീരുമാനിച്ച പെണ്ണിനെ കല്യാണം നിശ്ചയിച്ചതിന്റെ ശേഷം അവന്റെ കൂടെ ടൂറിന് പറഞ്ഞേക്കാത്തതുകൊണ്ട്, അവന്റെ കൂടെ കാറിലേക്കാത്തതുകൊണ്ട് അവൾ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ചെറുപ്പക്കാരില്ലേ, വിവാഹത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ പടച്ചവനെ ധിക്കരിച്ചുകൊണ്ടേ ഞാൻ ആ വിവാഹത്തിലേക്ക് കടക്കൂ എന്ന് തീരുമാനിക്കുന്നവനേക്കാൾ ബുദ്ധിയില്ലാത്തവനുണ്ടോ, വിവരമില്ലാത്തവനുണ്ടോ?
പക്ഷെ ഉറപ്പിച്ച സ്ഥിതിക്ക് എനിക്കത് ക്ഷമിക്കാൻ കഴിയൂല എന്നാണ് മറുപടിയെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ എന്റെ വിവാഹം എന്ന സിഡിയിൽ പറഞ്ഞത്. നിങ്ങൾക്ക് അങ്ങനെ നിർബന്ധമാണോ? അമ്മോശനെയും കൂട്ടിക്കോ, നീയും പൊയ്ക്കോ, എവിടെയെങ്കിലും ഒരു റൂമിലിരുന്നോ, 2 സാക്ഷികളെയും നിർത്തിക്കോ, എന്നിട്ട് നിന്റെ അമ്മോശൻ നിന്നോട് പറയട്ടെ, എന്റെ മകളെ നിനക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നിരിക്കുന്നു ഇത്ര മഹറിന്, അപ്പൊ നീ അത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് നീയും അവളെ നിക്കാഹിനെ ഞാൻ സ്വീകരിച്ചു എന്ന് നീയും അങ്ങോട്ട് പറഞ്ഞു. അത് കേൾക്കാനുണ്ട്, സാക്ഷികളും ഉണ്ടാകട്ടെ. പിന്നെ വിവരം നിങ്ങൾ ആരോടും പറയണമെന്നില്ല. കല്യാണത്തിന്റെ ദിവസം പരസ്യമായി ഒരു നിക്കാഹ്, പുതിയാപ്പള കോപിച്ചു പോകണ്ട. അതിന് വേണമെങ്കിൽ പരസ്യമായ ഒരു നിക്കാഹ് വേറെയും നടത്തിക്കോ. എന്നാലും നീ അന്യപെണ്ണിനെയും കൂട്ടി ഹറാമ് ചെയ്യല്ലേ. ഇത് പറഞ്ഞപ്പോ ഇടക്കിടക്ക് ഇപ്പൊ ഫോൺ വിളിയാ, അങ്ങനെ 2 പ്രാവശ്യം നിക്കാഹ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ 2 പ്രാവശ്യം നിക്കാഹ് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു എല്ലാ നിക്കാഹും 2 പ്രാവശ്യം ചെയ്യുന്നുണ്ട്, ഇത് 3ആയതാണ്. അതെന്തേന്ന് ചോദിച്ചു. എല്ലാ നിക്കാഹും 2 പ്രാവശ്യം ചെയ്യുന്നുണ്ട്. അങ്കഹത്തൊക്കെ ബിന്ദി കബിൽ തുനിക്കാഹ അറബിയിൽ 1, പിന്നെ മലയാളത്തിൽ വേറൊന്നും, അപ്പൊ 2ആയില്ലേ? മലയാളത്തിൽ എന്റെ മകളെ നിനക്ക് ഞാൻ നിക്കാഹ് തന്നിരിക്കുന്നു, അത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. 1 അറബിയിലും 1 മലയാളത്തിൽ, 2 നിക്കാഹ്. അതിന്റെ കൂടെ 1 കൂടി ആയിന്നേ ഉള്ളൂ, 3 ആയിന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഓ സഹോദരന്മാര്, എന്നാലും ഞാനത് പറഞ്ഞത് കല്യാണം നിശ്ചയിച്ചാ പിന്നെ എനിക്ക് പൊറുക്കൂല എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറഞ്ഞു തന്നതാണ്. എന്നാലും നിങ്ങൾ ഹറാമ് ചെയ്യല്ലേ, അന്യപെണ്ണിനെയും കൂട്ടി നടക്കല്ലേ. നിക്കാഹ് തീരുന്നത് വരെ, നിക്കാഹിന്റെ വചനം പറഞ്ഞു തീരുന്നത് വരെ അത് നിന്റെ ഭാര്യയല്ല, അതന്യ പെണ്ണാണ് കേട്ടോ. അതുവരെ അവളെ നോക്കല് നിന്റെ ബാപ്പക്ക് അനുവദനീയമല്ല, നിന്റെ ജ്യേഷ്ഠൻ അനുവദനീയമല്ല, നിന്റെ അനുജൻ അനുവദനീയമല്ല. നിക്കാഹ് ചെയ്താലും നിന്റെ ജ്യേഷ്ഠൻ അവളെ നോക്കൽ അനുവദനീയമല്ല, നിക്കാഹ് കഴിഞ്ഞാലും നിന്റെ അനുജനത് നോക്കൽ അനുവദനീയമല്ല. നിന്റെ ബാപ്പക്കും മുപ്പാപ്പാക്കും ഒക്കെ നോക്കുന്നതിന് വിരോധമില്ല. നിക്കാഹ് കഴിയുന്നത് വരെ സ്വന്തം ബാപ്പാക്കും നോക്കാൻ അധികാരമില്ല. അത് പാലിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കണം, അത് പാലിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കണം. പടച്ചവന്റെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്നവനാണ് തഖ്വയുള്ള മുഅ്മിൻ. തഖ്വയുള്ളവർക്കാണ് അല്ലാഹ് സ്വർഗം വെച്ചതെന്ന ബോധം നമുക്കെല്ലാവർക്കും എപ്പോഴും ഉണ്ടാകണം. ഞാൻ ചുരുക്കട്ടെ, വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമ്, നിങ്ങൾക്കറിയാത്ത അതേ കാര്യത്തിൽ നിങ്ങളെ മാതാപിതാക്കൾ അതാ പടച്ചവനിൽ പങ്കുചേർക്കാൻ നിങ്ങളെ നിർബന്ധിച്ചാൽ ഫലാ തുതിഉഹുമാ, ആ ബാപ്പയെയും ഉമ്മയെയും അനുസരിക്കരുത്. പക്ഷേ അടുത്ത വാചകം നോക്കൂ നിങ്ങൾ, എന്തൊരു മതമാണ് ഇസ്ലാം. ഇസ്ലാമിൽ വർഗീയതയില്ല, ഇസ്ലാമിൽ ഭീകരതയില്ല, ഇസ്ലാമിൽ തീവ്രവാദമില്ല, ഇസ്ലാമിൽ വിദ്വേഷമില്ല, വൈരാഗ്യമില്ല. അടുത്ത വാചകം നോക്കൂ, വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ. വാസ്തവത്തിൽ ഇസ്ലാമിൽ നിന്ന് രാജിവെക്കണം എന്ന് പറഞ്ഞ അച്ഛൻ അല്ലെങ്കിൽ അമ്മ, ഇസ്ലാമിൽ നിന്ന് രാജിവെക്കണം എന്ന് പറഞ്ഞ ബാപ്പ, ഓ സഹോദരന്മാര്, അവര് ഖുർആനിന്റെ ഈ ശൈലി ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവരും കൂടി ഇസ്ലാമിലേക്ക് വരും. അത്രയും വിശാലമായ കാഴ്ചപ്പാടാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഓ സഹോദരന്മാര്, നിങ്ങൾ ഓർക്കണം, പരിശുദ്ധ ഖുർആനിന്റെ ശൈലി കണ്ടോ. ഇസ്ലാമെന്ന് രാജിവെക്കണം എന്ന് ബാപ്പയും ഉമ്മയും നിന്നെ നിർബന്ധിച്ചാൽ നീ അതനുസരിക്കണ്ട എന്ന് പറഞ്ഞ ഉടനെ അല്ലാഹ് പറയാണ്, എന്ന് വെച്ചിട്ട് നീ അവരെ വെറുക്കണ്ട, നീ അവരെ അകറ്റണ്ട, നീ അവരോട് വർഗീയത കാണിക്കണ്ട, നീ അവരെ ചീത്ത പറയണ്ട. ബാപ്പയും ഉമ്മയുമാണത്, അച്ഛനും അമ്മയുമാണത്, അവരെ നീ അകറ്റണ്ട. നിന്നെ നിർബന്ധിച്ചവരാണ് ഇസ്ലാമെന്ന് രാജിവെക്കാൻ. എന്നാലും നീ അവരെ നീ വെറുക്കണ്ട. വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ, ദുനിയാവിന്റെ വിഷയത്തിൽ അവർക്ക് നീ നല്ലത് ചെയ്തു കൊടുത്തുകൊണ്ടേയിരിക്കണം. അതേ മാതാപിതാക്കൾക്ക് അവരേത് മതക്കാരാണെങ്കിലും നിന്നെ നിന്റെ മതത്തിൽ നിന്ന് രാജിവെപ്പിക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ പോലും
വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ, ഈ ദുനിയാവിൽ നീ അവർക്ക് നല്ലത് ചെയ്തു കൊടുത്തുകൊണ്ടേയിരിക്കണം. വല്ലാത്തൊരു വാക്കാണത്. എപ്പെങ്കിലും ഒരിക്കൽ ചെയ്തു കൊടുത്ത് നിർത്തുകയെന്നല്ല, മാതാപിതാക്കൾക്ക് എപ്പെങ്കിലും ചെയ്തു കൊടുത്താൽ പോരാ. വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ. ഒരു സെക്കൻഡ് ഒഴിവാൻ പറ്റൂല എന്നാ ഖുർആന്റെ വാചകം. സാഹിബുഹുമാ, സാഹിബുഹുമാ എന്ന് പറഞ്ഞാൽ അള്ളാഹ് പറഞ്ഞ വാചകം കണ്ടോ നിങ്ങൾ വഫ്അൽ ലഹുമാ എന്നല്ല പറഞ്ഞത്, നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കണം, നല്ലത് ചെയ്തു കൊടുക്കണോന്നല്ല അള്ളാഹ് പറഞ്ഞത്. സാഹിബുഹുമാ, എന്താ സാഹിബുഹുമാ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം? സഹവസിച്ചുകൊണ്ടേയിരിക്കണം എന്നാ. ഒരിക്കലും വിട്ടുപോകാൻ പാടില്ല. ഒരു സെക്കൻഡ് ഒഴിവാകാതെ ബാപ്പക്കും ഉമ്മക്കും, അത് ബാപ്പയും മേൽ അച്ഛനും അമ്മയാണെങ്കിൽ അച്ഛനും അമ്മക്കും നിങ്ങൾ നന്മ ചെയ്തു കൊടുത്തുകൊണ്ടേയിരിക്കണം. സാഹിബുഹുമാ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അതാ. നന്മ ചെയ്യണമെന്നല്ല പറഞ്ഞു, എപ്പോഴും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കണം. വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ. അവിടെയാണ് മക്കൾ ചിന്തിക്കേണ്ടത്. അതേ ബാപ്പ മോനെ എനിക്കൊരാവശ്യമുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷമല്ല ബാപ്പയ്ക്ക് മകൻ സഹായം കൊടുക്കേണ്ടത്. ഉമ്മ മോനെ എനിക്ക് ഇന്ന തുണി വേണം എന്ന് പറഞ്ഞതിന് ശേഷമല്ല വാങ്ങിക്കൊടുക്കേണ്ടത്. മറിച്ച് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം, ഉമ്മാക്കെന്ത് വേണം? ഉമ്മ പറയണം, എന്ത് വേണം പറയണം, മടിക്കാതെ പറയണം. അതേ പറയാതെ തന്നെ ചെയ്തു കൊടുത്തുകൊണ്ടേയിരിക്കണം. ബാപ്പ പറഞ്ഞതിന് ശേഷമല്ല ചെയ്തു കൊടുക്കേണ്ടത്. കാരണം ഒരാളോട് ചോദിക്കുക എന്നതൊരു നിന്ദ്യതയാണ്. മകന്റെ മുമ്പിൽ ഞാനൊരു നിന്ദ്യനാകാൻ പോകുന്നില്ല എന്ന ഒരു ചിന്ത ബാപ്പക്കുണ്ടാകൽ സ്വാഭാവികമല്ലേ? അതുകൊണ്ട് തന്നെ ബാപ്പ ചോദിക്കാൻ നിൽക്കരുത്, ഉമ്മ ചോദിക്കാൻ നിൽക്കരുത്. അതില്ലാതെ തന്നെ ബാപ്പക്കും ഉമ്മക്കും ചെയ്തു കൊടുത്തുകൊണ്ടേയിരിക്കണം. സുബ്ഹാനല്ലാഹ് എന്ന് ബാപ്പ പറഞ്ഞിട്ടും ചെയ്തു കൊടുക്കാത്തവന്റെ കഥ പിന്നെ പറയണോ? വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ. എപ്പോഴും ദുനിയാവിൽ ബാപ്പ ഉമ്മക്ക് നന്മ ചെയ്തു കൊടുത്തുകൊണ്ടേയിരിക്കണം. നിങ്ങൾക്കറിയില്ലേ സുഹൃത്തുക്കളെ, സ്നേഹമെന്ന് പറയുന്നത് എന്താണ്? കണ്ടറിഞ്ഞു ചെയ്യുന്നതല്ലേ സ്നേഹം? പറഞ്ഞിട്ട് ചെയ്യലാണോ സ്നേഹം? അല്ല, കണ്ടറിഞ്ഞു ചെയ്യലാണോ സ്നേഹം? പറയാതെ കണ്ടറിഞ്ഞു ചെയ്യുക, അതാണ് സ്നേഹം. അപ്പൊ ഒരു സ്നേഹിതൻ ഒരാളെ വീട്ടിൽ വന്നു, എന്തോ ഒന്ന് സുകാര്യം പറഞ്ഞു. അപ്പോൾ ഈ വീട്ടുകാരൻ അകത്തേക്ക് കയറിപ്പോയി. അകത്ത് കയറിപ്പോയിട്ട് എന്തോ ഒരു തുകയെടുത്ത് അദ്ദേഹത്തിന് കൊടുത്തു. മടങ്ങി ബെഡ്റൂമിൽ ഇരുന്നിട്ട് പൊട്ടി പൊട്ടി ഇങ്ങനെ കരയുന്നു. അപ്പൊ ഭാര്യ ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയുന്നത്? ഞാൻ കരയുന്നത് എനിക്ക് പറ്റിയ ഒരു മോശം വിചാരിച്ച് കരഞ്ഞുപോയി. അതെന്തിനാ കരഞ്ഞത്? അത് അദ്ദേഹം വന്നിട്ട് എന്നോട് അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നം അവതരിപ്പിച്ചപ്പോൾ ഞാനത് കൊടുത്തു, ഞാൻ അതുകൊണ്ട് പൊട്ടിക്കരഞ്ഞുപോയി. അതിനെന്തിനാ കരയുന്നത്? സന്തോഷിക്കണ്ടേ? സന്തോഷിക്കാൻ വകുപ്പില്ല. കാരണം അദ്ദേഹം എന്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാകുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഈ പ്രയാസം എന്റെ വീട്ടിൽ വന്ന് പറയാൻ മാത്രം ഞാൻ കാത്തിരിക്കാൻ പാടില്ലായിരുന്നു. ഞാനത് കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കേണ്ടതായിരുന്നു. അതിന് മാത്രം ഞാൻ വളർന്നില്ലല്ലോ. അദ്ദേഹത്തിന് കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കാൻ ഞാൻ വളർന്നില്ലല്ലോ. ആ ഖേദം കൊണ്ട് ഞാൻ കരഞ്ഞുപോയി. ഇത് ശരിയായ സ്നേഹമാണ് സുഹൃത്തുക്കളെ. സ്നേഹമുള്ളവന്റെ ചിന്തയാണ്. ഇതുപോലെ ബാപ്പ പറയുന്നത് വരെ കാത്തിരിക്കേണ്ടവരല്ല മക്കൾ. ഉമ്മ പറയുന്നത് വരെ കാത്തിരിക്കേണ്ടവരല്ല മക്കൾ. ഉമ്മാമ പറയുന്നവരെ കാത്തിരിക്കേണ്ടവരല്ല മക്കൾ. മോനെ, നിനക്കൊരുപാട് ബിസിനസ് ഇല്ലേ, എന്നെ ഒന്ന് ഹജ്ജിന് കൊണ്ടുപോകുമോ എന്ന് ഉമ്മ പറയുന്നത് വരെ മക്കൾ കാത്തിരിക്കാൻ പാടുണ്ടോ? അതേ, ബാപ്പ പറയുന്നത് വരെ കാത്തിരിക്കാൻ പാടുണ്ടോ? ഉമ്മാമന്റെ ആശ അത് വീട്ടിൽ കൊടുക്കാൻ മരിച്ചതിന് ശേഷം കഴിയുമോ? ഉപ്പാപ്പയുടെ ആഗ്രഹം മരണശേഷം വീട്ടിൽ കൊടുക്കാൻ കഴിയുമോ? അതുകൊണ്ട് തന്നെ ഉമ്മയുടെയും ബാപ്പയുടെയും ഉപ്പാപ്പയുടെയും ഉമ്മാമയുടെയും മനസ്സിലുള്ള ആഗ്രഹം കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കാൻ മക്കള് വളരണം. അതാണ് വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ. ദുനിയാവിൽ അവരൊക്കെ നിങ്ങൾ നന്മയുടെ തടവില്ലാതെ ചെയ്തു കൊടുത്തുകൊണ്ടേയിരിക്കണം. ബാപ്പാനെ കൊണ്ടുപോയി വേറെ തന്നെ ഒരു റൂമിൽ വയസ്സായിട്ട്
മൂപ്പരെ കൊരക്കലും മൂപ്പരെ തുമ്മലൊന്നും പിടിക്കുന്നില്ല. വേറെ തന്നെ ഒരു റൂമുണ്ടാക്കിയിട്ട് ആ റൂമിൽ കൊണ്ടുപോയി കിടത്തി. ബാപ്പാക്ക് പ്രത്യേകം പ്ലേറ്റ്, പ്രത്യേകം സാധനങ്ങളൊക്കെ പ്രത്യേകം. എല്ലാം കഴിഞ്ഞ് ബാപ്പ മരിച്ചപ്പോ വീട്ടിൽ ആ റൂമിലുള്ള സാധനമൊക്കെ എടുത്ത് പുറത്ത് എറിഞ്ഞു കൊണ്ടുപോയിട്ട് എറിഞ്ഞ്. അപ്പോഴാണ് സ്വന്തം മൂത്ത മകൻ അതൊക്കെ കുപ്പേന്ന് പെറുക്കി കൊണ്ടുപോയി വെക്കുകയാണ്. അപ്പൊ ബാപ്പ ചോദിച്ചു, എന്തിനാ മോനെ ഇത്? എനിക്കറിവിടെ ഉപ്പ ഉപയോഗിച്ചിട്ട് ഇതുവരെ ഉപയോഗിച്ചൊന്നും കൊള്ളാത്ത ഈ സാധനം നീ എന്തിനാ പെറുക്കി കൊണ്ടുവന്ന് വെക്കുന്നത്? അതൊന്നുമില്ല ബാപ്പ, നിങ്ങൾക്ക് വയസ്സാകുമ്പോ ഞാൻ വേറെ വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് വയസ്സാകുമ്പോ പിന്നെ ഞാനത് വേറെ വാങ്ങണ്ടല്ലോ, ഇത് തന്നെ ഉപയോഗിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോഴാ കാക്കാക്ക് ബോധം വന്നത്. എന്ത്? ഞാൻ എന്റെ ബാപ്പയോട് എന്ത് ചെയ്തോ അത് ചെയ്യാൻ എനിക്ക് മക്കൾ വളരുന്നുണ്ട്. ആ ചിന്തയില്ലാതെയായി പോകരുത്. അതാണ് ഇമായബ്നു വന്നഹന്തക്കൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ. ഉമ്മയോടും ബാപ്പയോടും നീ ഗൗരവത്തിൽ സംസാരിക്കല്ല, മാനമായ സംസാരിക്കാൻ തന്നെ പറ്റൂ. അതുകൊണ്ട് പറയട്ടെ, മരിച്ചുപോയ ഉമ്മ ബാപ്പമാർ അവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ചില സംഗതികളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സുഹൃത്തുക്കളെ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, മറ്റൊന്നാണ് അവരെ പേരിലുള്ള സദഖ. ലോകത്ത് ഒരു മദ്ഹബിലുള്ള ഒരു ഇമാമിനും തർക്കമില്ലാത്തൊരു മസ്അലയാണ്. മരിച്ചവരുടെ പേരിൽ സദഖ ചെയ്താൽ അതിന്റെ ഗുണം മരിച്ചവർക്ക് കിട്ടുമെന്നതിൽ ഒരു ഇമാമിനും തർക്കമില്ല, ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അതുപോലെ മരിച്ചവരുടെ പേരിൽ അതാ പരിശുദ്ധ ഖുർആൻ ഓതി പ്രാർത്ഥന നടത്തുക. അമ്മ തസദ്ദുഖു അനിൽ മയ്യിതി ലിമൻ യഖറഉൽ ഖുർആന വഗൈരിഹിം യൻഫഉഹു ദാലിക ബിത്തിഫാഖിൽ മുസ്ലിമീൻ. മരിച്ച വീട്ടിൽ ഖുർആനോത്ത് വേണ്ട, മരിച്ചവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കണ്ട എന്നൊക്കെ പറയുന്ന കക്ഷികൾ ഏറ്റവും ബഹുമാനിക്കുന്ന പണ്ഡിതൻ ഇബ്നു തൈമിയ്യയല്ലേ. ആ ഇബ്നു തൈമിയ്യ തന്നെ രേഖപ്പെടുത്തിയത് കണ്ടോ, മയ്യിത്തിന്റെ പേരിൽ ഖുർആൻ ഓതുന്നവർക്കും ഓതാത്തവർക്കും വല്ലവനും ധർമ്മം ചെയ്താൽ യൻഫഉഹു ദാലിക ബിത്തിഫാഖിൽ മുസ്ലിമീൻ. ഒരു മുസ്ലിമിനും തർക്കമില്ലാത്ത കാര്യമാണ്, അത് മയ്യിത്തിന് ഉപകരിക്കുന്നതാണ്, അതിൽ തർക്കമില്ല. അതുകൊണ്ടോ മുസ്ലിമേ, നിന്റെ ഉമ്മ ബാപ്പയ്ക്ക് നിനക്ക് മരിച്ചാലും നന്മ ചെയ്യാൻ കഴിയും. ബാപ്പയുടെ പേരിൽ നന്നായി കൊടുത്തോ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, മരിച്ചവരുടെ പേരിൽ സദഖ ചെയ്താൽ മരിച്ചവർക്ക് അതിന്റെ ഗുണം അതേ നിലയ്ക്ക് കിട്ടുന്നതിന്റെ പുറമേ ഈ സദഖ ചെയ്തവർക്കും ഒന്നും കുറയാതെ അല്ല കൊടുക്കാൻ അല്ല പര്യാപ്തനാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അത് പഠിപ്പിക്കുന്നു. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അതുപോലെ മരിച്ചവരുടെ പേരിൽ ഖുർആൻ ഓതി ഹദിയ ചെയ്ത് ദുആ ചെയ്താൽ, അവരുടെ ഖബർ പോയി പുരുഷന്മാര് സിയാറത്ത് ചെയ്താൽ എല്ലാം പുണ്യം തന്നെ. സ്ത്രീകളെ, ബാപ്പ ഉമ്മയുടെ ഖബർ സിയാറത്തിന് നിങ്ങൾ പോകണ്ട, അത് നിങ്ങൾക്ക് കറാഹത്താണെന്നാണ് പണ്ഡിതന്മാരിൽ ഭൂരിപക്ഷവും പറഞ്ഞത്. ഹറാമാണെന്ന് പറഞ്ഞ ചില പണ്ഡിതന്മാരുമുണ്ട്, സുന്നത്താണെന്ന് പറഞ്ഞ ഒറ്റപ്പെട്ട പണ്ഡിതന്മാരുമുണ്ട്. മുഅ്തമദായ അഭിപ്രായ പ്രകാരം സ്ത്രീകൾക്ക് സാധാരണക്കാരുടെ ഖബർ സിയാറത്ത് കറാഹത്താണ്. അമ്പിയാക്കൾ ഔലിയാക്കളെ ഖബറാണെങ്കിലോ അത് അവരിൽ നിന്ന് അതാ ഭൗതികമായ ഒരുപാട് നേട്ടങ്ങൾ അവരെ ഖബർ സിയാറത്തിന് കൊണ്ട് കിട്ടുന്നതിനാൽ അത് സ്ത്രീകൾക്കും അതാ പുണ്യമാണെന്ന് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ശാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ കിതാബ് തുഹഫത്തുൽ മുഹ്താജിൽ രേഖപ്പെടുത്തുന്നു. എല്ലാ ഇമാമിയങ്ങളും രേഖപ്പെടുത്തുന്നു. പക്ഷേ ഞാൻ ഉള്ളാളത്തേക്കാ പോകുന്നത്, ഞാൻ അജ്മീറിലേക്കാ പോകുന്നത്, ഞാൻ മമ്പറത്തേക്കാ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഇന്ന് പല സ്ത്രീകളും പോകുന്ന പോക്കില്ലേ.
തല മറക്കാതെ, മാറ് മറക്കാതെ, നെഞ്ഞി മറക്കാതെ, അതേ ശരീരം മറക്കാതെ കാണുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന് ഡ്രൈവറാക്കി കൂട്ടിയിട്ട് നിങ്ങൾ പോകുന്നത് എവിടേക്കാണെങ്കിലും പച്ച ഹറാമാണ് ഉമ്മമാരെ. അത് സിയാറത്തിനാണെങ്കിലും ഹറാമാണ്. നിങ്ങൾ ഏതെങ്കിലും മുസ്ലിയാരെയോ തങ്ങളെയോ പോയി കണ്ടിട്ട് നിങ്ങൾ പ്രാർത്ഥിപ്പിക്കാനാണ് പോകുന്നതെങ്കിലും അന്യപുരുഷനായ ഡ്രൈവറെയും കൂട്ടിയിട്ട് കാണാനും തൊടാനും പറ്റുന്ന ഒരൊറ്റ മനുഷ്യനും കൂടെ ഇല്ലാതെയുള്ള പോക്ക് പച്ച ഹറാമാണ് കേട്ടോ. അത് കുറ്റ്യാടി സിറാജുൽ ഹുദയിലേക്കാണ് വരുന്നതെങ്കിലും ഹറാമാണ് കേട്ടോ. അള്ളാന്റെ ദീന് പഠിച്ചതുപോലെ പറയലല്ലാതെ ദീന് കൊണ്ട് ബിസിനസ് ഉദ്ദേശിച്ചുകൊണ്ടല്ല നമ്മുടെ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് തന്നെ പഠിച്ചതുള്ളതുപോലെ പറയൽ പടച്ച റബ്ബ് നിർബന്ധമാക്കിയതാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അതേ ഇരിക്കട്ടെ. വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ. കേട്ടിട്ടില്ലേ നിങ്ങൾ? ഉസ്മാൻ ഇബ്നു സൗദാ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, എന്റെ ഉമ്മക്ക് റാഹിബത്ത് എന്നൊരു പേരുണ്ടായിരുന്നു. എന്റെ ഉമ്മ വലിയ ഇബാദത്തെടുക്കുന്ന പെണ്ണായിരുന്നു. ഉമ്മക്കതാ മരണം ഹാജരായപ്പോ ഉമ്മ പടച്ചവനോടൊരൊറ്റ ദുആ, യാ ദുഖീബ നഖീറതി വയാ മൻ അലൈഹി ഇമാദി ഫീ ഹയാതി വബഅദ മൗതി. എന്റെ എല്ലാ നിലക്കും ആസ്പദമായ റബ്ബേ, എന്റെ ജീവിതത്തിലും മരണശേഷവും എനിക്ക് എല്ലാ നിലക്കും ആസ്പദമായ റബ്ബേ, മരണസമയത്തും ഖബറിലും നീ എന്നെ അതാ ഒറ്റക്കാക്കി കൈയൊഴിക്കരുതേ റബ്ബേ. ആ ഉമ്മ മരണപ്പെട്ടപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ ഉമ്മാന്റെ സിയാറത്തിന് പോകും. എല്ലാ വെള്ളിയാഴ്ചയും സിയാറത്തിന് പോകും. വെള്ളിയാഴ്ചകൾ സിയാറത്തിന് പ്രത്യേകം പുണ്യമുള്ള ദിവസമാണ്. വെള്ളിയാഴ്ചയോട് തൊട്ടടുത്തുള്ള ശനിയാഴ്ചക്കും ചില പ്രത്യേകതയുണ്ട്. നേരെ മുമ്പത്തെ വ്യാഴാഴ്ചക്കും ചില പ്രത്യേകതകളുണ്ട്. അത് പടച്ചവൻ അങ്ങനെയല്ലേ. ഒരു വസ്തുവിനെ ബഹുമാനിക്കുമ്പോ അതിന്റെ തൊട്ടടുത്തുള്ളവർക്കും അതിന്റെ ചില ബഹുമാനം കൊടുക്കും. ഇരിക്കട്ടെ, ഇപ്പോഴതിലേക്ക് കടക്കുന്നില്ല, പറഞ്ഞാൽ നീണ്ടുപോകും. അൽ ഖബ്റു റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഖബർ സ്വർഗ്ഗത്തോട്ടമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ? മുഅ്മിനീകളെ മുത്തഖീങ്ങളെ ഖബർ സ്വർഗ്ഗത്തോട്ടമാണ്. എന്തേ? കാരണം അവിടെ കിടക്കുന്ന വ്യക്തിയുടെ മഹത്വമല്ലേ. ആ മഹാൻ അവിടെ കിടന്നപ്പോ തൊട്ടടുത്തുള്ള സ്ഥലത്തിന് ബഹുമാനമാണ്. അതുകൊണ്ടല്ലേ ഇമാമികൾ മുഴുവനും തർക്കമില്ലാതെ പറഞ്ഞത് ലോകത്ത് ഭൂമിയിൽ വെച്ച് ഏറ്റവും ബഹുമാനമുള്ള സ്ഥലമേതാണ്? അത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം തൊട്ടു നിൽക്കുന്ന സ്ഥലമാണ്. ആ അത്ര ബഹുമാനമുള്ളൊരു സ്ഥലം ഈ ഭൂമിയിൽ വേറെയില്ല. കാരണം അത്ര ബഹുമാനമുള്ളൊരു സൃഷ്ടി വേറെയില്ല. സുഹൃത്തുക്കളെ, അങ്ങനെ വെള്ളിയാഴ്ച ദിവസത്തിന് പ്രത്യേകതയുണ്ട്. അല്ലാഹുവേ, ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. ഞങ്ങളെ ദുആക്ക് നീ ഇജാബത്ത് തരണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങൾ നൽകുന്ന സദഖകളും ഞങ്ങളെ പ്രവർത്തനങ്ങളും ഈ വെള്ളിയാഴ്ച രാവിൽ ചെയ്യുന്നത് ഞങ്ങൾ ആഖിറത്തിൽ രക്ഷപ്പെടാനുള്ള വഴിയാക്കണേ അല്ലാ. വെള്ളിയാഴ്ച രാത്രിയിലോ മുഅ്മിനീങ്ങളെ ചുരുങ്ങിയതൊരു 3 അൽകഹ്ഫ് ഓതുന്നത് നല്ലതാണ്. പകലും ചുരുങ്ങിയതൊരു 3 അൽകഹ്ഫ് ഓതുന്നത് നല്ലതാണ്. തൃശൂർ ജില്ലയിലുണ്ട് ഒരാള്, നമ്മളെ ഇവിടെ ഈ സ്ഥലം വാങ്ങി തന്ന ആളാ, അതിനുവേണ്ടി സഹായം തന്ന ആളാ. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനൊരു സ്ത്രീക്ക് പറഞ്ഞു കൊടുത്തു അൽകഹ്ഫ് 3 ഓതിക്കോന്നു. അപ്പൊ ഒരു വേദർ എന്ന മൊയിലാരോട് ആ സ്ത്രീ ചോദിച്ച മൊയിലാർ പറഞ്ഞു 1 മതിയെന്ന്. അതാ ഞാൻ മിന്നാന്ന് പറഞ്ഞത്, ഖലീലുൻ ഫഖഹാഹു കസീറുൻ ഖുതബാഹു ഖലീലുൻ ഫഖഹാഹു. വിവരമുള്ളവർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പ്രസംഗകർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, അൽകഹ്ഫ് ഏറ്റവും ചുരുങ്ങിയത് 3 ഓതിക്കോ. കൂട്ടിയാ നല്ലതാണ്. മറ്റ് ഖുർആനോത്തുകളും നല്ലതാണ്. അതേ ഫത്ഹുൽ മുഈനിൽ അത് പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച ദിവസം ജുമഅക്ക് മുമ്പ് പള്ളിയിലെത്തിയാൽ എന്ത് വേണം? ഫത്ഹുൽ മുഈനിലുണ്ട്. അവർ ഖുർആനോത്ത് കൊണ്ട് ജോലിയാകണം, സലാത്ത് കൊണ്ട് ജോലിയാകണം. എത്തിയവൻ പള്ളിയിൽ കയറിയാൽ തഹയ്യത്ത് നിസ്കരിക്കണം. ആ തഹയ്യത്ത് നിസ്കരിക്കുന്നവന് ശല്യമുണ്ടാകുന്ന നിലക്ക് ശബ്ദമുയർത്തൽ ഹറാമാണ്. ഫത്ഹുൽ മുഈൻ പറയുന്നുണ്ട്, നിസ്കരിക്കുന്നവന് ശല്യമുണ്ടാക്കുന്ന വിധം പള്ളിയിൽ വെച്ച് ശബ്ദമുയർത്തുന്നത് ഹറാമാണ്. ഓ സുഹൃത്തുക്കളെ, പള്ളിയിൽ ജുമഅക്ക് വരുന്നവൻ തഹയ്യത്ത് നിസ്കരിക്കുമ്പോ ഏറ്റവും ശല്യമുണ്ടാക്കുന്ന സംഗതിയല്ലേ അപ്പോഴൊരു പ്രസംഗം? ആ പ്രസംഗം കൊണ്ട് നിസ്കരിക്കുന്നവന് ശല്യമായില്ലേ?
അതുകൊണ്ട് തന്നെ നിസ്കരിക്കുന്നവന് ശല്യം ചെയ്യുമെങ്കിൽ ആ പ്രസംഗം ഹറാമ് വരെ വിധി വരാൻ സാധ്യതയുണ്ട്. സാധാരണ നിലക്കതിന് കറാഹത്തെന്നാണ് പറയുക. അതുകൊണ്ടായിരിക്കാം മഹാനായ ശംസുൽ-ഉലമാ മർഹൂമി കെ അബൂബക്കർ മുസ്ലിയാർ, അല്ലാഹുവേ അവിടുത്തെ ഖബറിനെ നീ സന്തോഷത്തിലാക്കണേ. മംഗലാപുരത്തിനടുത്ത് തലപ്പാടിയിൽ ഒരു പള്ളിയിൽ ജുമാക്ക് മുമ്പ് ഒരു പ്രസംഗം, ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങൾ, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, തങ്ങൾ പറഞ്ഞു എന്നോട് നീ അവിടെ പോയിട്ട് പ്രസംഗിക്കണം. അങ്ങനെ ഞാൻ പ്രസംഗിക്കാൻ ചെന്നപ്പോ അവിടുത്തെ ഖതീബ് പറഞ്ഞു വാദപ്രതിവാദത്തിന് തയ്യാറാണോ? അങ്ങനെ ഞാൻ കിതാബും കൊട്ടൊക്കെ എടുത്തു പോയി. അയാൾ വന്നില്ല. അപ്പോ ഞാൻ നാട്ടുകാരൊക്കെ കൂടി തർക്കായി. അങ്ങനെ ഇ കെ ഉസ്താദിനോട് ചോദിക്കാൻ വേണ്ടി ഇ കെ ഉസ്താദിന്റെ അടുത്ത് പോയി. ചെന്നോടെ തന്നെ ഇ കെ ഉസ്താദിനെ അസ്സലാമു അലൈക്കും വലൈക്കും സലാം, എന്തിനാ വന്നതെന്ന് ചോദിച്ചു. അത് ഞങ്ങളുടെ നാട്ടിൽ പേരോണ്ട് വർത്താനൊന്നും ഇവിടെ പറയണ്ട, എന്തിനാ വന്ന്? അപ്പൊ പറഞ്ഞ് ഞങ്ങളുടെ നാട്ടിൽ ജുമാന്റെ മുമ്പ് അറിഞ്ഞുകൂടാത്ത ചില സംഗതികള് പറഞ്ഞു കൊടുക്കുന്നൊരു പരിപാടി തുടങ്ങിയിരുന്നു. അപ്പൊ പേരോട് മുസ്ലിയാർ വന്നിട്ട് പറഞ്ഞു അത് കറാഹത്താണ്, അവർക്ക് കുട്ടികളാണ്, അവർക്ക് അത്രേ പറയാൻ കഴിയുള്ളൂ, അത് ഹറാമാണ് എന്നാ പറയേണ്ടത് എന്ന് നീക്കെ. സുബ്ഹാനല്ലാഹ്. ഓ സഹോദരന്മാരെ, അത് പറഞ്ഞതിന്റെ ന്യായം എന്താണ്? ഒരു മഹാനായ പണ്ഡിതൻ അങ്ങനെ പറയുമ്പോ അതിന് വല്ല ന്യായവും കാണണ്ടേ? ഞാൻ ഈ 2 ദിവസം മുമ്പ് ഫത്ഹുൽ മഈൻ നമ്മുടെ ദഅവാ കോളേജിലെ കുട്ടികൾക്ക് ഓതിക്കൊടുക്കുമ്പോ ഈ സ്ഥലത്തെത്തിയപ്പോ ഞാൻ ആ കുട്ടികളോട് ഉണർത്തി, അതാ ഫത്ഹുൽ മഈൻ പറയുന്നു, നിസ്കരിക്കുന്നവന് ശല്യം ചെയ്തുകൊണ്ട് ശബ്ദമുയർത്താൻ പാടില്ല, അത് ഖുർആൻ ഓതിക്കൊണ്ട് പോലും പാടില്ല, പള്ളിയിൽ പ്രത്യേകിച്ചും. അപ്പോൾ പ്രസംഗിച്ച് ശബ്ദമുയർത്തിയിട്ട് തഹിയ്യത്ത് നിസ്കരിക്കുന്നവന്റെ നിസ്കാരത്തിന് കേടുവരുത്തുന്നുവെങ്കിൽ ആ പ്രസംഗം കറാഹത്തിന്റെ പരിധി വിട്ട് ഹറാമിലേക്ക് നീങ്ങുന്നു. സുഹൃത്തുക്കളെ, നിയമമായി പറയണം. പള്ളിയിലെ ഖതീബ് ചെയ്യേണ്ടത് എന്താണ്? അത് ഇമാം നബവി, ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. പള്ളിയിലെ ഖതീബ് നേരെ മിമ്പറിലേക്കാണ് വരേണ്ടത്. അതിനു മുമ്പ് അദ്ദേഹത്തിന് ഒരു ഡ്യൂട്ടിയുമില്ല. തഹിയ്യത്ത് പോലും കറാഹത്താണ് ഖതീബിന്. കാരണം അല്ലാഹുവിന്റെ റസൂല് വെള്ളിയാഴ്ച തഹിയ്യത്ത് നിസ്കരിക്കാതെയാണ് മിമ്പറിൽ കയറിയത്. ഖുലഫാഉർ റാഷിദീങ്ങളും അങ്ങനെ തന്നെയാണ് കയറിയത്. ചില സ്ഥലത്ത് ഇപ്പോൾ ഒരു പുതിയ ബിദ്അത്ത് തുടങ്ങിയിട്ടുണ്ട്. അതേ ജുമാ നിസ്കരിക്കുന്നതിന് മുമ്പ് കുറെ മരിച്ച മയ്യത്തിന്റെ പേര് വായിച്ചിട്ടൊരു മയ്യത്ത് നിസ്കാരം കടുത്ത ബിദ്അത്താണ് കേട്ടോ. നിങ്ങൾ മയ്യത്ത് നിസ്കരിച്ചോ, പക്ഷേ അത് ജുമാന്റെ ശേഷമാകണം. ജുമാന്റെ മുമ്പ് ബാങ്ക് കൊടുത്തതിന് ശേഷം ജുമാക്ക് മുമ്പ് ഒരു മയ്യത്ത് നിസ്കാരം നടപ്പാക്കണ്ട, അത് കടുത്ത ബിദ്അത്താണ്. അതുപോലെ മറ്റുള്ള വിഷയങ്ങളും നടപ്പാക്കണ്ട. ഏതെങ്കിലും ഒരു അത്യാവശ്യ വിഷയത്തിന് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് ബിദ്അത്ത് ഒരു ആചാരമായി വരുന്നില്ല. അതൊരു അത്യാവശ്യ കാര്യം ഉണർത്തിയെന്നേ ഉള്ളൂ, അത് ആചാരമല്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞുവെന്ന് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. അതെന്തിനു പറഞ്ഞു? ഒരു കമ്മിറ്റീന്റെ സെക്രട്ടറി ജുമേന്റെ മുമ്പ് എഴുന്നേറ്റ് നിന്നിട്ട് ഖുതുബക്ക് മുമ്പ് ജുമ കഴിഞ്ഞാൽ ആരും പോകരുത്, ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കത് ബിദ്അത്താണെന്ന് പറഞ്ഞ് കുഴപ്പമുണ്ടാകണ്ട. ഒരു ആചാരമല്ല, അദ്ദേഹത്തിന് നിർബന്ധ കാര്യം ഉണർത്തിയതാണ്. ഇതുപോലെ ജുമ കഴിഞ്ഞു പോകുമ്പോ ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ട്, അദ്ദേഹത്തിന് നിങ്ങൾ സംഖ്യ കൊടുക്കണം എന്നൊരാൾ പറയുമ്പോഴേക്ക് അതൊരു ആചാരമല്ല, അതൊരു ചെറിയ ഉണർത്തലാണ്. അതും ഇല്ലാതിരിക്കുമെങ്കിൽ അതാണ് നല്ലത്. പക്ഷേ അതുകൊണ്ടൊരു കുഴപ്പം പറയാനില്ല. നേരെ മറിച്ചൊരാചാരമായി ആ സമയത്തൊരു പ്രസംഗം നടത്തുന്നത് ഉചിതമല്ല. വെള്ളിയാഴ്ച ദിവസം പടച്ച റബ്ബ് നമുക്ക് സർവ്വദോഷവും പുറത്തു തരേണ്ട ദിവസമാണ്. അല്ലാഹുവേ, ഞങ്ങൾ സാധുക്കളാണ്, ഈ വെള്ളിയാഴ്ച രാവിലെ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാഹ്. ഇതുപോലെ ഞാനൊരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ഇപ്പൊ കല്യാണ വീട്ടിലൊക്കെ ഒരു പ്രസംഗം തുടങ്ങിയിട്ടുണ്ട്. കല്യാണ വീടുകളിൽ ഒരു പ്രസംഗം. നമ്മളെ മുൻഗാമികൾ അങ്ങനെ ഒരു പ്രസംഗം നടത്താറില്ല, അങ്ങനെ നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പറയട്ടെ, നിക്കാഹിന് മുമ്പൊരു പ്രസംഗം, അത് സുന്നത്ത് ജമാഅത്തിന്റെ മുൻഗാമികൾ ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് അതൊരു സൽക്കർമ്മമാണെന്നോ പുണ്യകർമ്മമാണെന്നോ അതൊരു വേണ്ടതാണെന്നോ കരുതി ആരും ചെയ്യേണ്ടതില്ല. അത് ചെയ്താൽ ഹറാമാണെന്ന് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ അത് കറാഹത്തെന്ന് ഞാൻ വിധിക്കുന്നില്ല. അതേ സമയത്ത് പറയട്ടെ, അവിടെയുമുണ്ടൊരു നിയമം. അതെന്താണ്? മനുഷ്യൻ കുടുംബബന്ധം ചേർക്കാനാണ് കല്യാണത്തിന് വന്നത്, അയൽപക്കബന്ധം ചേർക്കാനാണ് കല്യാണത്തിന് വന്നത്, പരസ്പരമുള്ള സ്നേഹബന്ധം പുലർത്താനാണ് കല്യാണത്തിന് വന്നത്. ആ വന്ന മനുഷ്യന്മാരിൽ പലരും വലിയ തിരക്കുള്ളവരുണ്ട്,
ആ തിരക്കുള്ളവരെയും ഇരുത്തിയിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അവസരം കിട്ടാത്തവരാണെങ്കിൽ പ്രത്യേകിച്ചും, ആളുകളെ മുന്നിൽ കിട്ടാത്തവരാണെങ്കിൽ പ്രത്യേകിച്ചും, കുറെ ആളെ കിട്ടിയ ആ ഹരത്തിൽ മൂപ്പര് നീട്ടിയങ്ങ് പ്രസംഗിച്ചിട്ട് സുബ്ഹാനല്ലാഹ് പരക്കാരൻ കുടുങ്ങി, ഇതെപ്പോഴാ പഠിച്ചവനെ പുതിയ പെണ്ണിനെ കൂട്ടാൻ വേണ്ടി പറഞ്ഞേക്കുക, എല്ലാരും ശല്യമായി, അടുത്ത ബസ്സിന് പോകേണ്ടവനുണ്ട്, ഭക്ഷണം കഴിക്കാതെ പോയാൽ വീട്ടുകാരന് ഇഷ്ടപ്പെടൂല, അതുപോലെ അടുത്ത് തന്നെ വേറൊരു ഓഫീസിലെത്തേണ്ടവനുണ്ട്, സ്കൂളിൽ നിന്ന് വന്നവനുണ്ട്, സ്കൂളിലെ മാഷന്മാരുണ്ട്, ഉച്ചക്കാ പിരീഡിൽ വന്നവർക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്, കുട്ടികൾക്ക് തിരിച്ച് അവരെ സ്കൂളിൽ എത്തേണ്ടതുണ്ട്, പലർക്കും പല പരിപാടികൾക്കും എത്തേണ്ടതുണ്ട്. അതിനിടയിലാ ഇവന്റെ നീണ്ട പ്രസംഗം. ഈ പ്രസംഗം ശപിച്ചുകൊണ്ടല്ലേ പലരും കേൾക്കുന്നത്. ഇതെന്തിനാണ് ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത്? ഞാൻ പറയട്ടെ, നിസ്കരിക്കുന്ന സമയത്ത് അല്പം നീട്ടി ഓതിപ്പോയി മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു. ഇത് നിസ്കാരമാണ്, നിങ്ങൾ ചിന്തിക്കണം. ആ നിസ്കാരം കുറച്ച് നീട്ടി ഓതിപ്പോയി, ഖുർആനാണ് നീട്ടി ഓതിയത്. ആ ഓതിയപ്പോൾ ഒരു മനുഷ്യന് വേഗം പോകേണ്ടതുണ്ടായിരുന്നു. അതേ നിസ്കാരത്തിൽ അദ്ദേഹത്തെ വിട്ടുപിരിഞ്ഞിട്ട് നിസ്കാരം പൂർത്തീകരിച്ചു. അദ്ദേഹത്തിന്റെ വഴിക്ക് പോയി. അപ്പൊ അവിടെ ഒരു സംസാരം നടന്നു. അയാൾ മുനാഫിഖാണ്, അയാൾ കപടവിശ്വാസിയാണ്, കൂട്ടത്തുനിന്ന് ഇറങ്ങിപ്പോയില്ലേ. സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിച്ചു. ഇലാ ഹദറത്ത് റസൂലില്ലാഹി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തിയെന്ന് അതാ പറഞ്ഞു, നബിയെ എന്നെ അവരൊക്കെ കൂടി മുനാഫിഖാക്കി, എനിക്ക് തിരക്കുള്ളത് കൊണ്ട് ഞാൻ പോയതാണ്. സുബ്ഹാനല്ലാഹ്, മുആദ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ എത്ര ഗൗരവത്തോടു കൂടിയാണ് ചോദിച്ചത്, നീ ഫിത്നക്കാരനാണോ? മുആദ് റളിയല്ലാഹു അൻഹു ഒരു ഫിത്നയും ചെയ്തിട്ടില്ല, മറിച്ച് തിരക്കിട്ട് പോകേണ്ട ആളുകളെ പരിഗണിക്കാതെ അതേ നിസ്കാരത്തിൽ ഓത്ത് നീട്ടിപ്പോയതാണ് പ്രശ്നം. ഓത്ത് നീട്ടിപ്പോയതാണ് പ്രശ്നം. അതിന്റെ പേരിൽ എത്ര ഗൗരവമാണ് കാണിച്ചത്. കാരണം ഒരു മനുഷ്യനും ശല്യം ചെയ്യാൻ പാടില്ല. കല്യാണത്തിന് വന്നവനെ നിന്റെ പ്രസംഗം കേൾപ്പിച്ച് ശല്യം ചെയ്തിട്ട് അവന്റെ ബാക്കി പരിപാടി മുടക്കാൻ പാടില്ല. അതുകൊണ്ടാ നമ്മളെ പഴയ ആലിമീങ്ങൾക്ക് പ്രസംഗിക്കാൻ അറിയാഞ്ഞിട്ടല്ല, ജനങ്ങൾ നന്നാകണമെന്ന ചിന്തയില്ലാഞ്ഞിട്ടല്ല, നമ്മളെക്കാളൊക്കെ ജനങ്ങൾ നന്നാകണമെന്ന ചിന്തയുള്ള ആരിഫീകളും ഔലിയാക്കളും സാലിഹീങ്ങളും ആലിമീങ്ങളുമായിരുന്നു നമ്മുടെ മുൻഗാമികളായ ആലിമീങ്ങൾ. അവരത് നമുക്ക് നടപ്പാക്കി തരാതിരുന്നത് ജനങ്ങൾക്ക് ശല്യം ചെയ്യരുതെന്ന നിലക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രസംഗം സംഘടിപ്പിച്ചാൽ അതൊരു പുണ്യകർമ്മമാണെന്ന് മനസ്സിലാക്കി ആരും അത് നടപ്പാക്കേണ്ടതില്ല. അതേ സമയത്ത് അങ്ങനെ ഒരു പ്രസംഗം അതാ നടക്കുന്ന സമയത്ത് അതിനെ അവിടെ വെച്ച് വിമർശിച്ചിട്ട് ആ വീട്ടിലൊരു ചെറിയ കുഴപ്പമുണ്ടാക്കാനും പാടില്ല, ഫിത്ന ഉണ്ടാക്കാനും പാടില്ല. അവിടെ നിന്നത് വേണം വേണ്ട എന്നുള്ള തർക്കമുണ്ടാക്കി അതിന്റെ പേരിൽ ഒരു കല്യാണ വീട്ടിൽ ഒരു ഫിത്ന ഉണ്ടാക്കാനും പാടില്ല. ഇത് പ്രത്യേകമായി ഞാൻ ഉണർത്തുകയാണ്. അതേ സമയത്ത് പ്രസംഗിക്കുന്ന മനുഷ്യൻ അള്ളാന്റെ ദീനിൽ നിന്ന് ജനങ്ങളെ അകറ്റുന്നവനോ സുന്നത്ത് ജമാഅത്തിനെതിരായ ആശയം പറയുന്നവനോ ആണെങ്കിൽ ആ പ്രസംഗത്തിൽ പങ്കെടുക്കൽ ഹറാം, പ്രസംഗം നടത്തൽ ഹറാം, അതിന് സഹകരിക്കൽ ഹറാം. അതുകൊണ്ടാണ് മഹാനായ ശൈഖ് മശായിഖിന കീന ഉസ്താദ് അവരുടെയും കൂടി ഉസ്താദല്ലേ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ കുറ്റ്യാടിയിൽ ഒരു വീട്ടിൽ വെച്ച് അതാ നിക്കാഹിന് മുമ്പ് പ്രസംഗിക്കാനങ്ങ് തുടങ്ങിയപ്പോ മഹാനവറുകളുടെ വടിയുമെടുത്ത് കുറ്റ്യാടിയിൽ നിന്ന് ഇറങ്ങിപ്പോയില്ലേ. കാരണം അത് സുന്നത്ത് ജമാഅത്തിനെതിരായ പ്രസംഗം നടക്കുന്ന സ്ഥലത്ത് പങ്കെടുക്കാൻ പാടില്ല. അതാണ് അവിടുന്ന് കാണിച്ചു തന്നത്. അത് ഇമാം ഗസാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്, ലോകത്തുള്ള ഇമാമിങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓ സഹോദരന്മാരെ, വളരെയേറെ ശ്രദ്ധിക്കണം. എവിടെയും നിയമങ്ങൾ നിയമങ്ങളായി തന്നെ പാലിച്ചു പോകണം. അതാണ് ഖുർആൻ അടുത്ത വാചകം പറയുന്നത്, വത്തബി സബീല മൻ അനാബ ഇലയ്യ, എന്നിലേക്ക് മടങ്ങിയ മഹാന്മാരുടെ വഴി നീ പിന്തുടർന്ന് ജീവിക്കണം. ആ മഹാന്മാരെ വഴി പിന്തുടർന്ന് നീ ജീവിക്കണം. മഹാന്മാരെ വഴി വിട്ടുകൊണ്ടുള്ളൊരു ഏർപ്പാടും പാടില്ല, ഗുണകരമല്ല. ഇതെപ്പോഴും നമ്മുടെ മനസ്സിൽ ബോധം വേണം. ഇനി അഥവാ പ്രസംഗിക്കണമെന്ന് നിർബന്ധമുണ്ടോ? അങ്ങനെ ഉണ്ട് ചിലപ്പോ. കുറച്ചവനെ നിക്കാഹ് കഴിഞ്ഞുപോയി, ഭക്ഷണം ടൈറ്റുമില്ല.
അല്ല ഉസ്താദെ ഒരു 10 മിനിറ്റ് ഒന്ന് പ്രസംഗിക്കാൻ വലിയ ഉപകാരമായിരുന്നു. കാരണം എന്നാ ആളുകൾ അവിടെ ഇരിക്കും, ഭക്ഷണത്തിന് പെട്ടെന്ന് എല്ലാവരും ഇരുത്താൻ സീറ്റില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും ഭക്ഷണം കൊണ്ടായിട്ടില്ല. അവിടെ ഒരു 10 മിനിറ്റ് പ്രസംഗിക്കാത്ത ഒരു ഉപകാരമാണ്. കാരണം ഒരു കൂട്ടർക്ക് പോയി ഭക്ഷണം കഴിക്കാം, തിരക്കുള്ളവർക്ക് അങ്ങനെ പോവാ, അല്ലാത്തവരൊന്ന് പ്രസംഗം കേട്ടോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. അതെനിക്ക് അതിന്റെ ശേഷമാണ്. ഓ സഹോദരന്മാരെ, ഇതുപോലെ ജുമഅയുടെ ശേഷം ഒരല്പസമയം നമ്മളിതാ ഖുത്ബയിൽ പറഞ്ഞ വിഷയങ്ങളൊന്ന് ജനങ്ങൾക്ക് വിവരിച്ചു കൊടുത്താൽ, അതൊരു ചെറിയ സമയം പറഞ്ഞു കൊടുത്താൽ അതൊരു ഉപകാരമാണ്. അതിന് യാതൊരു കുഴപ്പവുമില്ല. നേരത്തെ പറഞ്ഞ സമയം അതല്ല, അത് ദിക്റിനും സലാത്തിനും ഖുർആനോത്തിനും വെച്ച സമയമാണ്. ഓരോന്നിനും ഓരോ സമയമുണ്ട്. പെരുന്നാളിന് തക്ബീർ എല്ലാം പറഞ്ഞ സമയത്ത് ആ സമയത്ത് തക്ബീർ ചൊല്ലുന്നതിന് പകരം ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാ മതിയോ? തക്ബീർ പറഞ്ഞ സ്ഥലത്ത് തക്ബീർ ചൊല്ലണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ സ്ഥലത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. അഫ്ളൽ ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏറ്റവും ബഹുമാനമുള്ള ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. 33 സുബ്ഹാനല്ലാഹ് എന്നുള്ളതിന് പകരം 33 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാ മതിയോ? നിസ്കാരത്തിന് ശേഷം അവിടെ 33 സുബ്ഹാനല്ലാഹ് തന്നെ വേണം. ഓരോന്നിനും നിയമങ്ങളുണ്ട്, പരിധികളുണ്ട്, പരിമിതികളുണ്ട്. അത് പരിഗണിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. പറഞ്ഞ ചരിത്രം ഒന്ന് പൂർത്തീകരിക്കാം. അങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ സിയാറത്തിൽ പോകും. എന്നിട്ട് ഞാൻ ഉമ്മാക്ക് ദ്വാരക്കും, ഉമ്മാക്ക് വേണ്ടി അള്ളാഹിനോട് പൊറുക്കല്ല ചോദിക്കും. വലിയ അഹ്ലുൽ ഖുബൂർ, ആ ഖബറാളികൾക്ക് മുഴുവനും ഞാൻ ദ്വാരക്കും. അങ്ങനെ ഒരു ദിവസം ഉറക്കിൽ ഞാൻ എന്റെ ഉമ്മയെ കണ്ടു. ഉമ്മാനോട് ഞാൻ ചോദിച്ചു, എന്താ ഉമ്മ വിവരം? ഉമ്മയുടെ മറുപടിയാ ബുനയ്യ, കുഞ്ഞു മോനെ, ഇന്നൽ മൗതല ശദീദുൻ കർബുഹു, മരണമെന്ന് പറയുന്നത് അതിന്റെ പ്രയാസം, അത് വല്ലാത്ത പ്രയാസം തന്നെ. വാന ബിഹംദില്ലാഹി ഫീ ബർസഖിൻ മഹ്മൂദിൻ, പക്ഷേ അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് പടച്ച റബ്ബിന്റെ സ്തുതിച്ച് ഞാൻ പറയട്ടെ, എനിക്ക് അല്ലാഹു തആല അഫ്തരി ഫീഹി റൈഹാൻ വതവസ്സദ ഫീഹി സുന്ദസ വൽ ഇസ്തബ്റഖ ഇലാ യൗമിൻ നുശൂർ, എനിക്ക് ഖബറിൽ അല്ലാഹു തആല പട്ടും അതുപോലെ പല സംഗതികളും വിരിച്ചു തന്നിട്ടുണ്ട്. റൈഹാനിന്റെ മണം ലഭിക്കുന്നുണ്ട്, സ്വർഗത്തിന്റെ മണം കിട്ടുന്നുണ്ട്. ഞാൻ ചോദിച്ചു, ഉമ്മക്ക് വല്ലതും വേണോ? പറഞ്ഞു വേണം. എന്താ ഉമ്മ വേണ്ടത്? മറുപടിയില്ലാത്തത് മോനെ, നീ വെള്ളിയാഴ്ച തോറും വന്ന് എന്നെ സിയാറത്ത് ചെയ്ത്, ഞങ്ങളെ സിയാറത്ത് ചെയ്ത് നീ ദുആ നടത്താറില്ലേ? അത് നീ ഒഴിവാക്കല്ലേ മോനെ. നീ നിന്റെ വീട്ടിൽ നിന്ന് എനിക്ക് സിയാറത്തിന് വേണ്ടി നീ ഇങ്ങ് വന്നാൽ, അതേ എന്റെ അടുത്തുള്ള ആളുകളൊക്കെ വന്നിട്ട് എന്നോട് സന്തോഷം പറയുന്നു. അവർക്ക് കൂടി നിന്റെ വരവ് കൊണ്ടിരിക്കും അവർക്കും ഖബറിൽ വലിയ സന്തോഷം കിട്ടുന്നു. ഇമാം ബൈഹഖി റഹിമഹുല്ലാഹ് ശുഅബുൽ ഈമാനിൽ റിപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഉമ്മ ബാപ്പയുടെ ഖബർ സിയാറത്ത് വിദേശത്ത് പോകുമ്പോഴെങ്കിലും പോയി സിയാറത്ത് ചെയ്യുന്ന ചിലരുണ്ട്. അതൊന്നും ഒഴിവാക്കണ്ട. വെള്ളിയാഴ്ചയും കഴിയുമെങ്കിൽ സിയാറത്ത് ചെയ്തോ. പക്ഷേ വെള്ളിയാഴ്ച ഞാനൊരു കാര്യം സൂചിപ്പിക്കുന്നു, നാദാപുരത്തത് പറയേണ്ടതില്ലെങ്കിലും കുറ്റ്യാടിക്കാരും സദസ്സിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ. എന്തേ? ചില ആളുകളുണ്ട് മലയാളത്തിൽ ഖുത്ബ പോകുന്ന പള്ളിയിൽ പോവും. നിങ്ങൾക്ക് എന്താ ജുമാ ബാത്തിലാക്കുന്നത്? എന്തിനാ? അള്ളാഹുവിന്റെ റസൂൽ ഓതിയതുപോലെ അറബിയിൽ ഖുത്ബോദിട്ട് അറബിയിൽ ജുമസ്കരിച്ചാലില്ലേ ജുമാ സഹീഹുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ലേ, സല്ലൂ കമാ റഅയ്തുമുനി ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നത് കണ്ട പോലെ നിങ്ങൾ നിസ്കരിക്കണം. വകാന യഖ്തുബു ബിൽ അറബിയ, അള്ളാഹുവിന്റെ റസൂൽ അറബിയിൽ മാത്രം ഖുത്ബോദി, അറബിയിൽ മാത്രമേ നിസ്കരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അറബി അല്ലാത്ത ഭാഷയിൽ ഖുത്ബോദിയിട്ട് നിസ്കരിച്ചാൽ ജുമാ ബാത്തിലാണ് എന്നല്ലേ മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശർഹുൽ മുഹദ്ദബിൽ പറഞ്ഞത്. എല്ലാ ഇമാമിങ്ങളും അങ്ങനെയല്ലേ പറഞ്ഞത്. വലിയ വലിയ ആലിമീങ്ങളൊക്കെ ഇവിടെ ജീവിച്ചിട്ട് അവരാരും അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ ഓതാതിരുന്നത് അതുകൊണ്ടല്ലേ. അതുകൊണ്ട് നിങ്ങൾ ഇതിനെ മലയാളത്തിൽ ഖുത്ബ ഓതുന്ന സ്ഥലത്ത് പോകുന്നതെന്ന് ചോദിക്കുമ്പോ ചില സാധുക്കളെ മറുപടി, ഉപ്പാന്റെ ഖബറുണ്ടാ മൈതാനിയിൽ, അതൊന്ന് സിയാറത്ത് ചെയ്യാന്ന് വിചാരിച്ചു പോയതാണ്. സുബ്ഹാന ജല്ല ജലാലു. അവനവന്റെ ജുമയും ബാത്തിലാക്കിയിട്ടോ, അവനവന്റെ ജുമയും ബാത്തിലാക്കിയിട്ടോ ബാപ്പ പൊരുത്തപ്പെടൂല, ഉമ്മ പൊരുത്തപ്പെടൂല, അള്ളാന്റെ റസൂല് പൊരുത്തപ്പെടൂല, ഒരു മഹാനും പൊരുത്തപ്പെടൂല, ഏറ്റവും ഉപരി അള്ള പൊരുത്തപ്പെടൂല. അള്ളയല്ലേ പറഞ്ഞത്, ലാ തുബ്തിലൂ അഅമാലക്കും, നിങ്ങളെ അമലുകൾ നിങ്ങൾ ബാത്തിലാക്കരുത്.
ബുഖാരിയിലെ ഹദീസല്ലേ? ഇമാം നവവി റളിയല്ലാഹു അൻഹു അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതിയാൽ ജുമുഅ ബാത്തിലാണ് എന്നതിന് ബുഖാരിയിലെ ഹദീസല്ലേ ഇമാം നവവി റളിയല്ലാഹു അൻഹു തെളിവ് പറഞ്ഞത്? ആ ഇമാം നവവിയെപ്പോലുള്ള പണ്ഡിതന്മാരെവിടെ? അവര് പഠിപ്പിച്ചതല്ലേ നമ്മൾ സ്വീകരിക്കേണ്ടത്? അതുകൊണ്ട് തന്നെ അറബിയിൽ ഖുതുബ ഓതുന്ന പള്ളിയിൽ ജുമഅക്ക് കൂടിയിട്ട് നീ ജുമഅയും കഴിഞ്ഞിട്ട് ബാപ്പന്റെ ഖബർ സിയാറത്തിന് പോയിക്കോ, ഉമ്മാന്റെ ഖബർ സിയാറത്തിന് പോയിക്കോ. സിയാറത്ത് കരുതിയിട്ട് നിന്റെ സ്വന്തം ഇബാദത്ത് നീ ബാത്തിലാക്കണ്ട. ഓ സുഹൃത്തുക്കളെ, അപ്പൊ മരണശേഷവും ബാപ്പയും ഉമ്മയുമായുള്ള ബന്ധം മുറിക്കരുത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ സിയാറത്ത് ചെയ്യണം, അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കണം. പരിശുദ്ധ ഖുർആൻ അതാണ്, വത്തബി സബീല മൻ അനാബ ഇലയ്യ, എന്നിലേക്ക് മടങ്ങിയ മഹാന്മാരെ വഴി നിങ്ങൾ പിന്തുടരണം. ഇത് പറഞ്ഞിട്ടല്ല പറയുന്നത് സുമ്മ ഇലയ്യ മർജിഉകും ഫൗനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. ഓ സുഹൃത്തുക്കളെ, അതാണ് ഫത്ഹുൽ മുഈൻ പറഞ്ഞത്, ഇത്തിബാഇ സലഫി വൽ ഖലഫി, മുൻഗാമികളായ മഹാന്മാരെ മുഴുവനും അറബിയിലെ ഖുതുബ ഓതിയിട്ടുള്ളൂ. അതുകൊണ്ട് അവരെ പിന്തുടരുന്നവർ അറബിയിൽ തന്നെ ഖുതുബ ഓതി അറബിയിൽ ജുമുഅ നിസ്കരിക്കണം. എന്നിലേക്ക് മടങ്ങിയ മഹാന്മാരെ പിന്തുടരണമെന്ന് ഖുർആൻ പ്രത്യേകം പറയുകയാണ്. അതിലൊന്നാമനായി ഉൾപ്പെടുന്ന മഹാൻ അസ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം റാസി മൻ അനാബ ഇലയ്യ എന്നതുകൊണ്ട് ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് വിവരിച്ചത്. അല്ലാഹുവിന്റെ റസൂലാണ് ആദ്യമായി അതിൽ ഉൾപ്പെടുന്നത്. പടച്ചവനിലേക്ക് ഏറ്റവും നന്നായി മടങ്ങിയ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ ഇന്ന് വരെ ജീവിച്ച മഹാന്മാർ അവരെ വഴി പിന്തുടർന്ന് ജീവിക്കണമെന്ന് പടച്ച റബ്ബ് സൂറത്തുൽ ലുഖ്മാനിൽ പ്രത്യേകം വസിയ്യത്ത് ചെയ്യുന്നു. എന്നിട്ടല്ല പറയുന്നു സുമ്മ ഇലയ്യ മർജിഉകും, പിന്നെ നിങ്ങളെ മടക്കം എന്നിലേക്കാണ്. നിങ്ങളുടെ മടക്കം എന്നിലേക്കാണ്. സുമ്മ ഇലയ്യ മർജിഉകും, നിങ്ങളുടെ മടക്കം എന്നിലേക്കാണ്. നിങ്ങൾക്കെല്ലാം മടങ്ങാനുണ്ട്. നിങ്ങളെ മണ്ണിൽ നിന്ന് പടച്ചതല്ലയോ ബിന്നാ ഖലഖ്നാകും, അതേ വഫീഹാ നുഈദുകും, ആ മണ്ണിലേക്ക് നിങ്ങളെ അതാ കൊണ്ടുപോകുന്നില്ലയോ? വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖ്റാ, ആ മണ്ണിൽ പിന്നെ നിങ്ങളെ പുറപ്പെടുവിച്ച് കൊണ്ടുവരുന്നില്ലയോ? അതുകൊണ്ട് നിങ്ങളെ മടക്കം എന്നിലേക്കാണ്. അതുകൊണ്ട് ഏത് രഹസ്യം ചെയ്യുമ്പോഴും, ഏത് പരസ്യം ചെയ്യുമ്പോഴും, ഏത് ശാരീരികമായ വിഷയം ചെയ്യുമ്പോഴും, സാമ്പത്തിക വിഷയം ചെയ്യുമ്പോഴും, ഏത് വിഷയം സംസാരിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും പടച്ച റബ്ബിലേക്കൊരു മടക്കമുണ്ടെന്ന ധാരണയോടുകൂടിയല്ലാതെ ഒന്നും ചെയ്തേക്കരുത് കേട്ടോ. അതാണ് ഖുർആൻ വീണ്ടും പറയുന്നത്, ഫൗനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ ഏത് വിഷയത്തിൽ എന്ത് പ്രവർത്തിച്ചാലും അതെല്ലാം ഞാൻ നിങ്ങളോട് പറയുന്നൊരു സമയം വരുന്നു. അഥവാ ഓരോന്നിനും കണക്കനുസരിച്ച പ്രതിഫലം വരുന്നു. സുഹൃത്തുക്കളെ, ആ റബ്ബിലേക്ക് ഖൽബ് തിരിച്ചുകൊണ്ടുള്ളൊരു ജീവിതം വേണം. അവിടെയാണ് സർവ്വ വിജയങ്ങളും ഉള്ളത്. ഇനിയോ അടുത്ത വാചകം, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. ലുഖ്മാനുൽ ഹകീം തങ്ങളുടെ ഉപദേശത്തിലേക്ക് തന്നെ മടങ്ങുന്നു. യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, എന്റെ കുഞ്ഞുമോനെ എന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ്. ഇന്നഹാ ഹരി ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു, ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, അതേ നീ ചെയ്യുന്ന നന്മ, അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യുന്ന നന്മ, അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യുന്ന തിന്മ, അത് എത്ര ചെറിയ കടുമണി തൂക്കമാണെങ്കിലും, ഒരു കടുവിന്റെ എത്രയുള്ളതാണെങ്കിലും, ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർള്, എന്നിട്ടത് പാറയുടെ ഉള്ളിലാണെങ്കിലും അല്ലെങ്കിൽ ഭൂമിയിലോ ആകാശത്തിലോ എവിടെയെങ്കിലും ഏറ്റവും ഗോപ്യമായ ഏത് സ്ഥലത്താണെങ്കിലും യഅതി ബിഹല്ലാഹ്
ആ നന്മയും തിന്മയും എത്ര ചെറുതാണെങ്കിലും അല്ലാഹ് അറിയുന്നു, അവനതിനെ കൊണ്ടുവരുന്നു. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. അല്ലാഹ് സൂക്ഷ്മജ്ഞാനിയാണ്. അവനറിയാത്ത ചെറിയതില്ല, വലിയതില്ല, അവനെത്തിക്കാൻ കഴിയാത്ത ഒന്നുമില്ല. അവൻ ലതീഫും ഖബീറുമാണ്. ഓറിയന്റലിസ്റ്റുകൾ എന്ന് പറഞ്ഞാലോ ഖുർആനിനെ വിമർശിക്കാൻ വേണ്ടി എന്തുണ്ട് പഴുത് നോക്കി നടക്കുന്നവരാണ്. എന്നിട്ട് ചെറിയ പോയിന്റുകൾ അവരെ വകയിൽ ഉണ്ടെന്ന് കരുതി അവർ കൊണ്ടുവന്നിട്ട് ആളുകൾക്ക് ഖുർആൻ ലിസ്റ്റാൽ സംശയം ഉണ്ടാകും. ആ ഓറിയന്റലിസ്റ്റുകൾക്ക് തോന്നി അതാ ഖുർആൻ ഏറ്റവും ചെറിയൊരു സാധനം പറഞ്ഞ കടുമണിയാണ്, അതിനേക്കാൾ ചെറിയതില്ലേ. പടച്ചറബേ, അവർക്ക് തെറ്റുപറ്റി. കടുമണി അല്ലാഹു തആല അന്നത്തെ കാലത്ത് ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അവിടെയുള്ള ജനങ്ങൾക്ക് മനസ്സിലാകുന്ന മണികളിൽ ഏറ്റവും ചെറിയൊരു മണി പറഞ്ഞതാണ്. ഇവിടെ കടുമണിയാണെങ്കിൽ കടുമണി പോലുള്ള ചെറുതാണെങ്കിലും അല്ലാഹ് അത് കൊണ്ടുവരും എന്ന് പറഞ്ഞു. അതിനൊരർത്ഥമുണ്ട്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്. ആനയെ തടുക്കാൻ വലിയ പണിയില്ല, അതേസമയത്ത് കാളയെ തടുക്കാൻ അതിനേക്കാണ് പണിയാ. അതിന്റെ ആനയെ തടുക്കാൻ ദൂരെ ഉള്ള കമ്പി മതി, ദൂരെയുള്ള പോസ്റ്റ് മതി. കാളയെ തടുക്കാൻ അത്ര ദൂരെ പറ്റൂല, കുറച്ച് അടുപ്പിച്ച് കിട്ടണം. എന്നാൽ കാളയെ തടുക്കുന്നതിനേക്കാളും പ്രയാസമാണ് ആട്ടിനെ തടുക്കാൻ. അപ്പൊ അതിനേക്കാളും ചെറിയ അടുത്തായിരിക്കണം. എന്നാൽ അതിനേക്കാളും ബുദ്ധിമുട്ടാണ് പൂച്ചനെ തടുക്കാന്. അതിന് ഗ്രിൽസൊക്കെ പിന്നെയും ചിലത് ചെയ്യേണ്ടി വരും. പൂച്ചനെ തടുക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ചെറിയ പാമ്പിന്റെ കുട്ടീനെ തടുക്കാന്. എന്നാൽ അതിനേക്കാളും ബുദ്ധിമുട്ടാണ് അതേ ഈച്ചയെ തടുക്കാന്, കൊതുകിനെ തടുക്കാന്. കൊതുകിനെ തടുക്കാൻ വേണ്ടി അത്ര വേഗമൊന്നും കഴിയൂല, അല്ലേ? ചെറുതാകുന്നതിനനുസരിച്ച് തടുക്കാൻ ബുദ്ധിമുട്ടാവും, ചെറുതാകുന്നതിനനുസരിച്ച് ശല്യം കൂടും, വലുതാകുന്നതിനനുസരിച്ച് തടുക്കാൻ സൗകര്യം ഉണ്ടാവും, അങ്ങനെയല്ലേ? അതുകൊണ്ട് തന്നെ അതാ ഏറ്റവും ചെറുതാകുമ്പോ അത് ശ്രദ്ധയിൽപ്പെടാതെ അങ്ങ് പോകൂന്ന് ധരിക്കണ്ട. അതിന് ജനങ്ങൾക്ക് അന്നത്തെ കാലത്ത് മനസ്സിലാകുന്ന ഒരു വിഷയം പറഞ്ഞതാണ് അല്ലാഹു തആല. മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, കടുമണി തൂക്കമാണെങ്കിലും അള്ളാഹുവിന് അതിനേക്കാളും ചുവടെയുള്ള അതേ അണു എന്ന് പറയുന്ന ആറ്റം ഉണ്ടെന്നറിയാഞ്ഞിട്ടല്ല. ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഈ ആളുകൾ, ഈ ഓറിയന്റലിസ്റ്റുകൾ ചിന്തിച്ചില്ല. ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറാ. ഒരണുമണി തൂക്കം, കടുമണിയല്ല, കടുവിനേക്കാൾ ചെറുത്, ഒരണുവിന്റെ അത്ര വല്ല നന്മയും വല്ലവനും ചെയ്താൽ അതിന്റെ ഫലം അല്ലാഹ് കൊടുക്കും, അതിനുള്ള ഖൈർ കൊടുക്കും. അപ്പൊ അണുവിനെ അല്ലാഹ് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ വിമർശിക്കാൻ ഇറങ്ങിയ ഓറിയന്റലിസ്റ്റുകൾക്ക് അങ്ങോട്ട് കണ്ണ് പോയില്ല. കാരണം കണ്ണ് കോങ്കണ്ണാണ്. ഖുർആനെ വിമർശിക്കാൻ വേണ്ടി നോക്കിയ കോങ്കണ്ണാണ്, ശരിയായ കണ്ണല്ല. ഖത്തും കീറുല്ലൈനു അസ്സംസീനിർറമദി വയുൻകീറുൽ ഫമു മൽമായി മിൻ സഖമി. ചൊല്ലിക്ക മദീനത്തേക്ക് ഒരു സലാത്ത് മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അതേ ചെങ്കണ്ണുള്ളവന് സൂര്യന്റെ വെളിച്ചത്തിലേക്ക് നോക്കാൻ കഴിയൂല. അതിന് സൂര്യനല്ല ഉത്തരവാദി, അവന്റെ ചെങ്കണ്ണുള്ള കണ്ണാണ് ഉത്തരവാദി. രോഗമുള്ള കണ്ണാണ് അതിന് ഉത്തരവാദി. അതുപോലെ എ ക്ലാസ് വെള്ളം ചിലപ്പോ പനിക്കുന്നവന് കുടിക്കാൻ കഴിയൂല, എ ക്ലാസ് ബിരിയാണി തിന്നാൻ കഴിയൂല. ബിരിയാണിക്കല്ല കുറ്റം, അവന്റെ ശരീരത്തിൽ രോഗമുള്ള കുറ്റം അവന്റെ കുറ്റമാണ്. ഇതുപോലെ ഖുർആനിനെ വിമർശിക്കുന്ന ഏത് യുക്തിവാദിയുണ്ടോ, നിരീശ്വരവാദിയുണ്ടോ, അതേ ഏത് ഇസ്റ്റുകളുണ്ടോ, ഏത് ഓറിയന്റലിസ്റ്റുകളുണ്ടോ, ഏത് കമ്മ്യൂണിസം വിശ്വസിച്ചവരുണ്ടോ, ഏത് ഇസ്റ്റുകളുണ്ടോ, എല്ലാ ഇസക്കാർക്കും ഖുർആൻ ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത ഗ്രന്ഥമായി ഏത് മനുഷ്യന്റെയും മുന്നിൽ തല ഉയർത്തി നിൽക്കുന്നു.
ഖുർആൻ കടുമണി മാത്രമല്ല പറഞ്ഞത്, അണുവിനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ഒരു കൂട്ടരങ്ങിറങ്ങി, അവരതാ പറയുന്നു, അണുവിനെ പറഞ്ഞു എന്ന് പറയുമ്പോ എന്നാൽ ആറ്റവും വിഭജിക്കാമെന്ന് കണ്ടുപിടിച്ചില്ലേ? അപ്പൊ ആറ്റം വിഭജിക്കാമെന്ന് കണ്ടുപിടിച്ചപ്പോ അത് ഖുർആനിലില്ലല്ലോ. പക്ഷേ അവർക്ക് അവിടെയും തെറ്റുപറ്റി. ഖുർആനിൽ ആറ്റം വിഭജിക്കുന്നതും പറഞ്ഞിട്ടുണ്ട്. അത് വിഭജിക്കാമെന്നത് കണ്ടുപിടിച്ചത് ഇപ്പോഴാണെങ്കിലും അതും നേരത്തെ തന്നെ ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. കണ്ടില്ലേ നിങ്ങൾ ഖുർആനിന്റെ വാചകം? അതേ സൂറത്ത് യൂനുസ് എടുത്തു നോക്കൂ. വലാ അസ്ഗറ മിൻ ദാലിക വലാ അക്ബറ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. അണുവിന്റെ വലിപ്പമുള്ളത് പറഞ്ഞിട്ടല്ല പറയാണ്, വലാ അസ്ഗറ മിൻ ദാലിക വലാ അക്ബറ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ.